പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർക്കും നഷ്ടപ്രണയത്തിന്റെ വിങ്ങൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്കും അങ്ങനെ ഒരു വട്ടമെങ്കിലും പ്രണയത്തിന്റെ ചൂടേറ്റിട്ടുള്ള എല്ലാവർക്കും ലവ് ബേർഡ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് a warm welcome. സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് കത്തിലേക്ക് പോകാമേ. മാവേലിക്കരയിലുള്ള മേഘയോട് പറയാനുള്ള കാര്യങ്ങൾ കത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സേതുവാണ്. എന്റെ ചുരുളൻ മുടിക്കാരി സുന്ദരിക്ക് എന്നാണ് കത്ത് തുടങ്ങുന്നത്. ഹൗ റൊമാൻറ്റിക്. ലാസറേട്ടന്റെ ലവ് ബേർഡ്സ് കടയിൽ വെച്ച് ഓരോ വട്ടം കാണുമ്പോഴും ആ കൂട്ടിൽ ഇണക്കുരുവികളിൽ ഒന്ന് ഞാനും മറ്റൊന്ന് നീയുമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ആ കൂട് തുറന്ന് പ്രണയത്തിന്റെ വിശാലമായ ആകാശത്തിൽ പറക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാറുണ്ട്. ഹലോ ഹലോ പ്രോഗ്രാം കാണുമല്ലേ? ആ അതെ അതെ. എടോ താൻ എന്തൊക്കെയാ എഴുതി വിട്ടേക്കുന്നേ? ഇനിയും കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചാൻസ് തന്നാ നേരിട്ട് പറയാലോ. ഓഹോ, തൽക്കാലം താനങ്ങ് TV തന്നെ എഴുതിയാ മതി. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇനി സേതു ആവശ്യപ്പെടുന്നതനുസരിച്ച് പാട്ട് തുടങ്ങാറായി. നീ അത് കേക്ക്. ഹലോ എടോ, പണ്ട് പണ്ട് നാവ് കൊണ്ട് പഞ്ഞിമിട്ടായി തൊട്ട പോലെ ഒന്ന് രണ്ട് നോക്കരിഞ്ഞ് നെഞ്ചിനുള്ളിൽ നീ അലിഞ്ഞ് നോക്ക് നോക്ക് ഒന്ന് നോക്ക് മെല്ലെ മോളും പാട്ട് കേക്ക് ഓടി മാറി പോയിടല്ലേ കൂടെ ഞാനും പോരുവല്ലേ. അതെ, എന്നാൽ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ടായില്ല. സിനിമാ തിയേറ്ററിൽ ഇത്രയൊക്കെ പറ്റൂ. കുറെ വായനോക്കിയുള്ള ഇരിപ്പുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ? ഇതേ ഫസ്റ്റ് ടൈം അല്ലേ? അയ്യോ, ഫസ്റ്റ് ടൈമാണ്. നീയാണ് സത്യം. എടാ, ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ പറ്റും. അല്ല, നീ വിചാരിക്കണ സിനിമയിലെ പോലെ ഒന്നല്ല. ആണല്ലേ? അതെ. എന്നാ ഓക്കെ. എന്നാ ഓക്കെ. അതെ, ഒരു തൃപ്തിക്കുറവ്. എല്ലാം ഒന്ന് വായിച്ചോളാം. ഒരു ചാൻസ് കൂടെ തരൂ പ്ലീസ് 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 പ്ലീസ്. രാത്രി ഫോൺ വിളിക്കുമ്പോൾ ഫോണിൽ കൂടി തരാം. ഓക്കെ? ഫോണിൽ കൂടി എന്താവാനാ? അടുത്ത ആഴ്ച ഒരു അവാർഡ് പാട് ഇറങ്ങുന്നുണ്ട്. അതിന് പോയാലോ? അയ്യടാ, കൊഞ്ചാതെ കൊഞ്ചാതെ തഞ്ചം നോക്കി കെഞ്ചാതെ പിന്നാലെ പിന്നാലെ കള്ളം ചൊല്ലി കൂടാതെ ഓ പൊന്മാനെ പൊന്മാനെ ഉള്ളിനുള്ളിൽ നുള്ളാതെ നിന്നാണേ നേരാണൻ ഉയരെ നീയടി. വല്ലാതെ തുള്ളാതെ കള്ളച്ചിരിയോടെ നോരോന്നു മിണ്ടിട്ട് നിഷ്ടം കവർന്നിടാൻ നോക്കാതെ. അയ്യോ പൊന്നല്ലേ, നീയില്ലാതിന്നെന്റെ നേരം പുലരില്ല. ഞാനായി തീരില്ല. ഹലോ സേതു, പറ. നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നു. എനിക്ക് നിന്നെ നേരിട്ടൊന്ന് കാണണം. എവിടെ വെച്ച്? ബസ് സ്റ്റോപ്പിലോ? ഇല്ല, ഡാഡി ഉണ്ടാവും കൂടെ നാളെ. ആണല്ലേ? മറ്റന്നാൾ കോളേജിൽ ഓണം സെലിബ്രേഷനാണ്. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ട്. ഓഫ്, ആ സുമി കിടന്ന് കാരണം എന്തുവാന്നേ നോക്കട്ടെ. ശരി, എപ്പടി കോളേജിൽ കാണാം. നിന്നെ ഹോസ്റ്റലെത്തിയ ഉടനെ തറവാട്ടിലേക്ക് വിളിക്കണം. ഞാനിന്ന് തോട്ടത്തിലാണ്. അവിടെ റേഞ്ചൊക്കെ കണക്കാം. ആ, കയറിക്കും. എടി, നീ ആ ചെക്കനെ ആദ്യം പേഴ്സണലി പോയി ഒന്ന് മീറ്റ് ചെയ്യ്. എന്നിട്ട് പറ ഇൻട്രസ്റ്റ് ഇല്ലാന്ന്.
ഞാനിത് പല രീതിയിലും പറഞ്ഞു നോക്കിയതാ. അയാളെ നടക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നുള്ള മട്ടിലാണ്. ആ വശതളയെ മുന്നേ നിർത്തിക്കൊണ്ടാ ചരട് വീലി. എന്നാ നിന്റെ അഫയറിന്റെ കാര്യം അവനോട് അങ്ങ് കാച്ചു. ആ ബെസ്റ്റ്. എന്നിട്ട് വേണം അവൻ ചെന്ന് ഇവളുടെ ഡാഡിയുടെ അടുത്ത് പറയാം. എടി രമേശ് പോയാ സുരേഷ്, ഈ കല്യാണം പോയാൽ വേറെ കല്യാണം, അത്രേ ഉള്ളൂ. ആദ്യം പറഞ്ഞുള്ള ഡാഡിയുടെ ആറ്റിറ്റ്യൂഡാണ്. എന്ത് പറഞ്ഞാലും ഐ നോ വാട്ട്സ് ബെസ്റ്റ് ഫോർ യു മേക്കാന്ന് പറഞ്ഞിട്ട് പോക്കാം. സിംഗിൾ പേരന്റ് സിൻഡ്രോം അതാ പുള്ളിക്ക്. എന്ത് ഇങ്ങനെ പോയാ ഞാൻ നോക്കിയിട്ട് ഇതിനൊരു ഒളിച്ചോട്ടം തന്നെ വേണ്ടി വരും. എടി നീ ചുമ്മാ ഓരോ തെലുങ്ക് പടം കണ്ടിട്ട് ഓരോന്ന് പറയല്ലേ. ഞാൻ പറയും. വോളണ്ടറി റിട്ടയർഡ് ആണെങ്കിലും SP ആയിരുന്നു ഇവിടെ അച്ഛൻ. അത് ഈ വഴി കൂടെ പോണവർക്ക് എടുത്തു കൊടുക്കണ സാധനമൊന്നും അല്ല, മനസ്സിലായ? പിന്നെ ഞാൻ എന്തോ ചെയ്യണമെന്നാ? അല്ലെങ്കിൽ പിന്നെ പുള്ളി തപ്പിയെടുക്കണതിന് മുമ്പ് കാര്യം നടത്തണം. റിസ്കാ. എന്ത് കാര്യം? ഇതാണ് എടി കുഴിത്തറ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നീയും സേതും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന്. ഓ അത് എന്താ സേതുവിന്റെ സ്റ്റാൻഡ്? കാരിയർ എങ്ങും എത്തിയിട്ടില്ല. ബാങ്ക് ടെസ്റ്റിന്റെ റിസൾട്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുക. വാട്ട് എവർ, ബട്ട് ടൺ സ്ട്രോങ് അല്ലേ? അല്ലേ? ആ ഓ ഈ തള്ളിയത് കുറേയല്ലോ, ഒരുമാതിരി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെ. സേതു, ഞാൻ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് നീ ഒന്ന് മനസ്സിലാക്കുക. അവരിത് എങ്ങനെയെങ്കിലും നടത്തും. ഒന്നല്ലെങ്കിൽ അയാളൊരു എഞ്ചിനീയർ ആണല്ലോ നിന്നെ പോലെ. എന്നെ പോലെ എന്തും ചെയ്യും സുകുമാരനല്ലാന്ന്. നമസ്കാരം. നമസ്കാരം. ദാ പായസം. പായസം ഇത് ഇഷ്ടല്ലേ? പിന്നെ എൻ്റെ പൊന്നുമേകെ, ഇനിയിപ്പോൾ ലുലുമോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജാതി മതം രണ്ടായതുകൊണ്ട് നിന്റെ ഡാഡി നമ്മുടെ എല്ലാം ഒരിക്കലും നടത്തരത്തില്ല. പിന്നെ ഒരു രജിസ്റ്റർ മാരേജ് ഒക്കെ ഇത്രയും പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ PG ചെയ്യണവരെ ഈ കല്യാണം ഒന്ന് പുഷ് ചെയ്യാൻ നോക്കിയാലോ? അല്ല, അപ്പോഴേക്കും എന്തായാലും എനിക്കൊരു ജോബ് ആവുമല്ലോ. നീ ഒരുമാതിരി സീസർ ബ്രിട്ടാസ് നോക്കുന്നതല്ല എന്നെ നോക്കല്ലേ. ബ്രിട്ടാസ് അല്ല, ബ്രൂട്ടസ്. അത് തന്നെ ബ്രൂട്ടസ്. നിനക്ക് സിറ്റുവേഷനൊക്കെ അറിയുന്നല്ലേ. ഇനിയിപ്പോൾ ഇതേ വഴിയുള്ളെങ്കിൽ അത് തന്നെ ആയിക്കോട്ടെ. ദേ ഒരു കാര്യം പറയാം. ഒരു സുപ്രഭാതത്തിൽ വീട് വിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരാൻ എനിക്ക് വല്ല പാടൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് തന്നെ തിരിച്ച് കെട്ടിയെടുക്കാനോട് പറയരുത്. അങ്ങോട്ട് പോയി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ തൽക്കാലം റിയാക്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങേര് നിന്നെ പിടിച്ച് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ മൊത്തം പാളും. നീ പേടിക്കണ്ട, ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഇറങ്ങുമ്പോൾ ബാക്ക് ഗേറ്റിൽ കൂടെ ഇറങ്ങിയാൽ മതി. പായസം പോട്ടെ. ചെറുക്കനൊരു മാറ്റമല്ലോടി. അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ നീ ഓളും നാട് വിടുന്നു. ഈ വരുന്ന സൺഡേ നമുക്ക് പരിപാടി. കോയമ്പത്തൂരിൻ്റെ അടുത്ത് മധുക്കര. അവിടുത്തെ മാരേജ് ഓഫീസറിന് ഞാൻ ആദ്യം കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ പോയൊരു 4 ദിവസം അടിച്ചു പൊളിച്ച് മാരേജ് സർട്ടിഫിക്കറ്റും കഷത്തി വെച്ച് നീ പോര്. പുള്ളി ഒരു മാസം കഴിയുമ്പോൾ ഒരു ഡേറ്റ് വരും രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ കല്യാണം കഴിയുന്നവരെ പിടി വീഴാൻ നോക്കിയോണം. നിങ്ങൾ പോകുന്ന റൂട്ടോ എത്തുന്ന സ്ഥലവും ചുമ്മാ കയറി ആർക്കും ഗസ് ചെയ്യാൻ പറ്റരുത്. എൻ്റെ ഫ്രണ്ട്സിനും ബന്ധുക്കളെ എന്തായാലും ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ചെല്ലുന്ന അവരുടെ അടുത്തേക്ക് ആയിരിക്കും. അറിയാവല്ലേ, പോലീസ് ബുദ്ധിയാ. ആ അവിടെ അഡ്രസ് അതിനേക്കാളുണ്ട്. എൻ്റെ ഇവിടെ ഡിഗ്രിക്ക് പഠിച്ചൊരു പട്ടര. 5:30 ശിവശക്തി കയറുക, കായംകുളം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുക. തലേ ദിവസം വീക്കെൻഡ് അല്ലേ, അടിച്ച് ഓഫായി കിടക്കുന്ന നിന്റെ അപ്പൻ എണീക്കാൻ മിനിമം ഒരു 10-11 മണിയെങ്കിലും. അതാ നമ്മുടെ ഗ്രേസ് പീരീഡ്. 5 പൈസ ഇല്ല കയ്യില്, മറിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. നീ മാല ഉണ്ടോ? ഈ വയറ് വരെ നീളം ഉണ്ടായിരുന്ന നിനക്കൊക്കെ തന്നേ ഇത് ഈ പരുവത്തിലായി. ഇനിയും തന്നു കഴിഞ്ഞാലേ ഞാൻ കഴുത്ത് മുറിച്ച് ആകത്തുള്ളൂ. പോട്ടെ. 7:30 കോയമ്പത്തൂർ ഡെലക്സി കയറുക, നമ്മൾ സ്ഥലം വിടും. ഞാൻ കറക്റ്റ് ടൈമിൽ സ്റ്റാൻഡിലുണ്ടാവും. എന്നാ പിന്നെ കുറച്ച് നേരത്തെ വന്നൂടെ? എടി, ആരെങ്കിലും കണ്ട ഡൗട്ട് അടിക്കത്തില്ലേ? നീ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ഫ്രഷ് ആകാനെന്ന പോലെ ബാത്റൂമിൽ കയറിക്കോ. ഒരു 7:15 ഇറങ്ങിയാൽ മതി. അത്ര നേരം ആ നാറ്റം സഹിച്ചിരിക്കണ്ടേ? ഈ വരുന്ന ഞായറാഴ്ച 2 കുടുംബവും നല്ല അന്തസ്സായിട്ട് നാറാൻ പോവാ. അപ്പോൾ സ്നാറ്റൊക്കെ സഹിക്കുക. അല്ല, അത് പറഞ്ഞപ്പോഴാ ഈ വെട്ടവും വിളിച്ചില്ല സമയത്ത് നീ എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് എത്തും?
അത് കുഴപ്പമില്ല, ബ്രിട്ടോ കൂടെ ഉണ്ടോ. ബ്രിട്ടോ ബ്രിട്ടോ ഓട്ടം വേണോ? ഇനി ഫുഡൊക്കെ കുറച്ചാളൊരു വഴിയായിരിക്കും കേട്ടോ. കളിച്ച പോത്ത ഞങ്ങളും വേർത്തോട് നീയും. ബ്രിട്ടോ ഗോ ഹോം. മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. നീ ഷർട്ട് കളിക്കാൻ തന്നെയല്ലേ പോന്നെ? അല്ല ഗുസ്തിയൊന്നും അല്ലല്ലോ. അല്ല വാമപ്പ് ചെയ്തില്ലെങ്കിലേ മസിൽ പിടിക്കും. പിടിച്ച ഭയങ്കര പ്രശ്നം. അപ്പൊ നീ കാലത്തെ കുളിമുറിയിലോട്ട് കയറണ കണ്ടല്ലോ. യോഗയും ചെയ്യുന്നുണ്ട്. കുളിച്ചാലേ യോഗ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അയ്യാ, ഈ ഉത്സാഹമൊക്കെ ആ ബാങ്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എന്റെ ഹെൽത്തോ? സ്വന്തം ഹെൽത്ത് മാത്രം നോക്കിയാൽ പോരാ. വരുമ്പോഴേ അച്ഛൻ ലേലാതി ലേഹ്യം കൂടെ വാങ്ങിച്ചു. ഒരു കാമലാരിയും. ഞാൻ മെഡിക്കൽ സ്റ്റോർ വഴി പോകുന്നൊന്നുമില്ല. അച്ഛൻ പിടിച്ചിട്ട് വരും കേട്ടോ. ഒന്ന് കൊടുത്തേക്കണേ. അയ്യോ വേണ്ടായേ, ഞാനിവിടെ കിടന്ന് ചുമച്ച് ചത്താ പോലും ആരും തിരിഞ്ഞു നോക്കണ്ട. ഇവിടെ ഒരു നഴ്സ് ഉണ്ടല്ലോ, ചുമയുടെ മരുന്ന് ഏതാ, ചെടിയുടെ വളവേതാ ഒന്നും അറിയത്തില്ല. ഇനി ആ പെൺകുച്ചിന്റെ തോളത്തോട്ട് കയറി. അവള് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് മാസം ഒന്നല്ലേ ആയുള്ളൂ. പോട്ടെ. പോണ്ടെന്ന് പറഞ്ഞ പോടാ. എവിടെ പോയി കിടക്കുവായിരുന്നടാ മുടിഞ്ഞവനെ? അവളെവിടായി? അവള് സ്റ്റാൻഡിലുണ്ട്. ഞാൻ ഷട്ടിൽ കളിക്കാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് സ്കൂട്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അവളെവിടെ നിന്ന് വിളിച്ചു ചോദിക്കും. വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല. ഞങ്ങള് 2 മൊബൈൽ എടുത്തിട്ടില്ല. അങ്ങേരല്ലോ സിമ്മും ട്രാക്ക് ചെയ്ത് മണത്ത് പിടിച്ചൊക്കെ വന്നാ പണിയാവും. പിന്നല്ല. അതോണ്ടാ ഇതല്ലേ അവിടെ ബസ്. എടാ നിന്റെ വീട്ടിൽ നിന്നാ എനിക്കിടയ്ക്ക് ഡൗട്ട് അടിക്കും. നീ വണ്ടി ഒന്ന് ഒതുക്കേ. ഹലോ അമ്മ പറ. സേതുവാ? എന്തുവാ എന്തുവാ പറ്റിയേ? വരുവാ വരുവാ. കുഴപ്പമായി. എന്തോ അപ്പന് വിസ കിട്ടിയ വട്ടാ. നീ വീട്ടിലേക്ക് പോയാൻ വിട്ടെ. കഴിഞ്ഞോ? ആ കഴിഞ്ഞേട്ടാ. അതാ പോരാ. എടാ ചാവി എൻ്റെ പോക്കറ്റിലാണ്. പിന്നെ ആ ലിൻഡയുടെ മോള് വരാൻ ഒരാഴ്ച കഴിയുന്നൊന്ന് പറഞ്ഞേക്ക്. എടാ അതൊരു സൈസ് വെള്ള ആന്തൂര്യത്തിന്റെ പേരാടാ. ഇത് വെച്ചോ. ഓക്കെ ശരി. ഇവന്മാരിപ്പോ എങ്ങോട്ടൊക്കെ എത്തിച്ചു? ആ ചേച്ചി ബാഗ്
സേതു ഒന്ന് വന്നേ. ഇതൊന്ന് വായിച്ചേ. അച്ഛാ, അമ്മ, സേതു, നിങ്ങൾ മൂന്നുപേരായിട്ട് ഒരു വാക്ക് തർക്കവും തല്ലും ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ടും മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വരുന്ന ഏതെങ്കിലും ദിവസം വിവാഹിതരാകും. അവനൊരു അന്യമതസ്ഥനായതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചന്ദ്രമാമൻ്റെ ഇടപെടലുകൾ ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് ചിന്തിക്കാം. കുറച്ച് ദിവസത്തേക്ക് അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടരുത്. വിദ്യാഭ്യാസം കുറവാണേലും എങ്ങനെയും പണം സമ്പാദിക്കണമെന്ന് വാശിയുള്ള ആളാണ് അവൻ. അവനോടൊപ്പം ഞാൻ സുരക്ഷിതയായിരിക്കും എന്ന് സുമി. സേതു, എടാ സേതു, നീ എന്താ ആലോചിച്ച് നിൽക്കുക അവിടെ? നടക്കോണ്ട് അവളുടെ മുറി തപ്പണ്ടേ? ഓ ചെല്ലേ, ഓ. മാജിക് കപ്പ്, അവന്റെ പ്രേമ സമ്മാനം. എന്റെ അലമാരയിലിരുന്ന 35,000 രൂപ എടുത്തോണ്ട് അവള് പോയേക്കുന്നത്. അമ്മയുടെ കാശുണ്ടായിരുന്നോ? ചിട്ടി പിടിച്ച പൈസ ഉണ്ടായിരുന്നു. ചോദിച്ചെന്നുള്ളൂ. എന്റെ ഒരു തലയിലെടുത്തു. എടാ സേതു, ഈ കല്യാണം നടന്ന നിന്റെ മാമൻ തീർന്നു. ഞങ്ങളും പിന്നെ പെരുന്നേ ചെന്ന് എത്ര കമന്ന് കളഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എന്റെ ഭാരവാഹിത്വം സ്വാഹ. വല്ലപ്പോഴും ആ യോഗ മന്ദിരത്തിൽ വെച്ച് ഞാൻ നടത്തുന്ന ഗീതാ ക്ലാസ്സിന് വരണമെന്ന് പറഞ്ഞപ്പോ എന്തൊരു ദുർമുഖമായിരുന്നു അവളുടെ. നശിച്ച ഉറുമ്പും. വിഷമിക്കാടാ, പ്രായം അതല്ലയോ. ഏതാളിയ മാവ്? മാവോ? എന്തിനു തൂച്ചാവനോ? നീ ഇമോഷണൽ ആവാതെ എടുക്കണ്ടേ? ഇതെന്ത് സാധനം? മാറ്ററൊക്കെ എഴുതി? എന്ത് മാറ്റർ? അല്ല അപ്പൂപ്പൻ കോപ്പ് അങ്ങോട്ട് നോക്കിയ നിന്ന് പഴം കയറ്റുന്നു. അളിയ പിന്നെ എന്തൂടെ പ്രശ്നം? എന്തൂടെ പറ്റിയേ? വായിച്ചു നോക്കണം പുല്ല്. എന്റെ അമ്മ. അളിയ ഇത് നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വല്ല ചടങ്ങുമല്ലോ ആണോ? പെണ്ണിന് 20 വയസ്സോളം തികഞ്ഞിട്ടില്ല. അവളെയും കൊണ്ട് മുങ്ങിയാൻ ഇപ്പൊ എന്റെ കൈ കിട്ടിയാലല്ലേ. കൊള്ളാം, 20 വയസ്സ്. അപ്പൊ മേഘയ്ക്കോ? അമ്മാവനെ അടുപ്പിലും ആവാല്ലോ അല്ലേ? എടാ മേഘ,
നീ ടെൻഷൻ അടിക്കണ്ട. നീ ബാഗ് എങ്ങനെയും അകത്തോട്ട് വെച്ചിട്ട് നൈസായിട്ട് ചാടാൻ നോക്ക്. എന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യം പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തിരിച്ചു വരാം. ഇന്ന് എന്തുമായാലും നിങ്ങളുടെ ഐഡിയ നടക്കാൻ പോകില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വീട്ടിൽ നിന്ന് അത് തന്നെ നീ ഇതെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? ഞാൻ ഈ കോയം നമ്മൾ കോവളത്ത് ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴേ ഇവിടുത്തെ പ്രശ്നമൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് നീ ഇനി ഇത് നാട് മോൻ ചെന്ന് പാടി നടക്കണം കേട്ടാ. ഇവിടുത്തെ വെച്ച് ചാടിപ്പോയി ഇടിച്ച് നിന്റെ ബോട്ടിന് ഇളക്കും വാ തുറന്നാൽ കേട്ടല്ലോ. പോട്ടെ, തൊഴുത്തിക്കാണേ ബാഗ്. ഇവിടെ ഇരുന്ന് കുടുംബവും കൂടിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഒന്ന് ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിക്കാം. ഷുഗർ താന്നു. ഇൻഡസ്ട്രീറ്റ് ബസ് ഡീറ്റെയിൽസ് കൊടുക്കാം. വേണമെങ്കിൽ എൻക്വയറി പോയിട്ട് അവളെ ഫോട്ടോ അടിച്ച് ചോദിക്കുകയും ചെയ്യാം. അത് നല്ലത്. ഞാൻ കൂടി അല്ല വേണ്ട, മാമനോട് ഇരുന്നു, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഏയ് നീ ഒറ്റയ്ക്കൊന്നും പോകണ്ട. എടാ ഒരു അത്യാവശ്യത്തിന് ആർക്കെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കണമെങ്കിലേ ഞാനിവിടെ ഉള്ളത് നല്ലത്. അല്ല മാമ, അതെ, നിങ്ങൾ രണ്ടുപേരും നിർത്തുവോ? അവൾ അത്ര മണ്ടിയൊന്നുമല്ല. അവൾക്ക് ഇത്രയും പ്ലാനിങ് അറിയാമെങ്കിൽ അവൾ നിങ്ങളെയും കാത്ത് ബസ് സ്റ്റാൻഡിൽ ഒന്നും നിൽക്കത്തില്ല. അല്ല ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആ, അവള് പോയത് മംഗലാപുരത്ത് കോളേജിൽ പഠിക്കുന്ന ചെക്കൻ്റെ കൂടെ അല്ലേ? അതെ. അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടത് മംഗലാപുരത്തും അവള് പഠിച്ച കോളേജിലുമാ. മനസ്സിലായോ? പിന്നെ കേരളത്തിൽ കിടന്ന് കറങ്ങി വേർക്കണ്ടെന്ന് കത്തിലും ഉണ്ട്. അവളുടെ ഔദാര്യം. പിന്നെ എന്തോ ചെയ്യാനാ? ഇനി എന്ത് ചെയ്യാൻ? ഞാനും ഇവനും കൂടെ അടുത്ത ഫ്ലൈറ്റിന് മംഗലാപുരത്ത് പോകുന്നു. കേട്ടില്ല? ഫ്ലൈറ്റാ? എന്റെ ചേട്ടാ, ഈ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ അറബിക്കടലാണെന്ന് പറഞ്ഞ് നിങ്ങൾ മംഗലാപുരത്ത് പോയിട്ട് എന്തോ കാണിക്കാനാ? അതുകൊണ്ടേ ഞാനും ഇവനും കൂടി പോയിട്ട് വരാം. എന്തായാലും നിന്നെ കണ്ടിലും കാര്യപ്രാപ്തി എനിക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ ഭൂട്ടാൻ ഒരു രാജ്യമല്ല ലോട്ടറി ആണെന്നൊക്കെ പറഞ്ഞ് ആ ചായക്കടയിൽ ഇരുന്ന് ഒരു കണക്കുമില്ലാതെ തല്ലുണ്ടാക്കി. എന്തിനാ വരുന്നത്? അല്ല സ്റ്റാൻഡിൽ നിന്ന് 8 മണിക്കൂർ എക്സ്പ്രസ് ഉണ്ട്. അവളതിലാ പൊക്കോണ്ടിരുന്നത്. പെട്ടെന്ന് എത്തും. എങ്ങനെയായാലും വേണ്ടില്ല, എനിക്ക് എന്നെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് 4 പേർക്കും കൂടെ പോവാം. വേണ്ടറിയ നിങ്ങളോട് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞങ്ങൾ 3 കൂടി പൊക്കോളാം. അതാണോ ഇവിടുത്തെ വലിയ വിഷയം? അച്ഛൻ പേടിക്കാതിരി. അങ്ങനെ ഒരു ചെക്കനും പെണ്ണിന് അന്യനാട്ടിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അതിന് കൃത്യമായ കാലതാമസം, ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നീ ഇതൊക്കെ അങ്ങനെ പഠിച്ചു? അല്ല മറ്റേ മാരേജ് ആക്ട് പഠിച്ചിട്ടുണ്ട് PSCക്ക്. അളിയൻ ഇവിടെ ഇരിക്കും. ദേവകി അച്ഛനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇനി അവളെങ്ങാനും മനസ്സ് മാറി തിരിച്ചു വന്നാൽ അളിയൻ ഇവിടെ കാണണം. നീ വേഗം പെട്ടിപ്പാക്കിയേ. ഞാൻ ഒരു 10 മിനിറ്റ് അത് വീട്ടിൽ പോയിട്ട് വരാം. നടക്ക്. ഇനി എന്തോന്ന് വായിക്കാം. പെട്ടെന്ന് ചെല്ലടാ. ഞാൻ കൊറേ പ്ലെയിനിൽ കയറിയതാ കേട്ടോ. ബോധമില്ലാത്ത പെണ്ണ്. നീ റെഡി ആയില്ലേ? വന്ന് ഓട്ടോറിക്ഷ കയറ്. നീങ്ങടാ അങ്ങോട്ട്. അതെ, ഈ ബസ് എങ്ങോട്ടാണോ? സോറി സാർ, ഈ ബസ് എങ്ങോട്ടാ? ബോർഡ് വായിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. മാംഗ്ലൂര്. അപ്പം മംഗലാപുരം? രണ്ടും ഒന്ന് തന്നെ അമ്മാവ. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചെവി ശകലം പുറകോട്ടാ. അവിടെ വായിക്കാം.
6 4 10 5 15 17 7 1 8 ഇടാ നമുക്ക് വേറെ ബസ് നോക്കടാ. എന്റെ പൊന്ന് ചേട്ടാ, വണ്ടി പോവാറായി. ഓരോ അന്ധവിശ്വാസങ്ങൾ. കേറിക്കേ. എടാ നാസ്തിക ബിജു, നീയേ മോളിലിരിക്കുന്നവനെ ഒരുപാട് അങ്ങ് പുച്ഛിക്കല്ലേ. ഈ വണ്ടി വഴി കിടക്കത്തില്ല എന്നുള്ളത് നിന്റെ അന്ധവിശ്വാസമല്ലേ, അല്ലാതെ നീ ഇതിന്റെ എഞ്ചിനൊക്കെ അഴിച്ച് നോക്കാൻ പോകുന്നില്ലല്ലോ. എടാ ഈ 97 മോഡൽ വണ്ടിയിൽ നീ വെച്ചിരിക്കുന്ന വിശ്വാസം ഞാൻ ദൈവത്തിൽ വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. കഴിച്ചേ പുറകോട്ടിരുന്നേ, എനിക്ക് വക്കത്തിരുന്നില്ലെങ്കിൽ ഓക്കാനം വരും. എഴുതി പോ. ഇവിടെ പെട്ടി എടുത്ത് മുകളിൽ അങ്ങനെ വയ്യടാ, അത് കെട്ടിപ്പിടിച്ചോട്ടെ. ആ ഇനി വണ്ടി വിട്ടോളാൻ പറ. അതൊക്കെ അവര് വിട്ടോളും, നിങ്ങളൊരു പൊടിക്ക് അടങ്ങ്. എന്തൊരു ചൂട്. AC ബസ് ഒന്നും ഇല്ലായിരുന്നോടാ. നിങ്ങളിവിടെ ഇരിക്കും, ഞാനേ വല്ലോ വെള്ളവും ബിസ്ക്കറ്റോ കിട്ടോ നോക്കിയിട്ട് വരാം. ഇവന്മാരാണെങ്കിൽ എവിടെ നിർത്താന്ന് പറയാൻ പറ്റും. നീ ഇവിടെ ഇരിക്കും, ബസ് ഇപ്പൊ വിടും. ഇങ്ങനെ എന്തോന്ന്, ഇത് വിമാനമൊന്നുമല്ല. ആള് കയറാനുണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി തരും. ഇവിടെ ചെന്ന് വാങ്ങിച്ചു പോയിട്ട് നീ ഇങ്ങനെ കാരണം ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ്. നീയാണ് അവനെ ചീത്തയാക്കുന്നത്. ഷുഗർ താഴുമ്പോ കിടന്ന് വിറക്കരുത്. സോറി കേട്ടോ. മേഘ സോറി, നമുക്ക് ഈ പ്ലാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. സുമി ഇന്ന് രാവിലെ വീട്ടിലൊരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഏതൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയേക്കോ. എന്ത്? ഞാനും മാമാരും കൂടി ഇപ്പോൾ അവളെ തപ്പി ഇറങ്ങിയതാ. ഇനി ഇതൊക്കെ ഒന്ന് സോൾവ് ആയിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. നീ ഒന്ന് വീട്ടിലേക്ക് പോ. വിശദമായിട്ട് ഞാൻ വന്നിട്ട് പറയാം. നീ തൽക്കാലം ഒന്ന് വീട്ടിലേക്ക് പോ. സേതു, എടാ ഇവിടെ അവിടെ ഉണ്ട്. ആര്? എടാ ബിസ്ക്കറ്റ് വെള്ളമൊക്കെ എന്തേ? അയ്യോ അതില്ലായിരുന്നു കടയിൽ. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വന്നു. കഷ്ടം. നാശം പുറകോട്ട് തന്നെ എടുത്തു. എന്തോന്ന് ചാവാൻ ഇറങ്ങിയാണോ? ഓരോന്നൊന്ന് കേറിക്കോളും, മനുഷ്യന് പണിയുണ്ട്. ഇവിടെ റിസർവേഷൻ ആയിരുന്നു. ഇവിടെ അവരെങ്ങോട്ടാ ടിക്കറ്റ് എടുത്തിരുന്നു? ചേട്ടാ ഒന്നുമില്ല, ഒന്നും ചോദിച്ചില്ല. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാ? ആഹാ, ഇത് മംഗലപുരം വരെ ഉണ്ട്.
അപ്പൊ കൊച്ചു ബോർഡൊന്നും വായിച്ചു നോക്കാണ്ട് ചാടി കയറി ഇരിക്കുവാണ്. ചേട്ടൻ പൈസ കിട്ടിയ പോരെ, ഒരു മംഗലാപുരം എനിക്ക് കാശ് കിട്ടിയ ബാലൻസ് ഇറങ്ങുമ്പോൾ തരാട്ടാ. ഒരു സിഗരറ്റ് എടുത്തേ. സാറേ ബാക്കി നേരെ വലിക്കണോ? അത് പബ്ലിക്കായിട്ട് വലിച്ചു പോവും. അതവസ്ഥ. ഇരുന്ന് കാണും. താനായിരുന്നല്ലോ അവളുടെ മീഡിയേറ്റർ. സകലതിനും കൂടെ നിന്ന് വളം വെച്ച് കൊടുത്തപ്പോ ലക്ഷ്മണനങ്ങൾ എന്താ ഇത് മാത്രം അറിയാതെ പോയത്? എടോ, അവളെടുത്ത് ചാടിയിരിക്കുന്നത് വലിയ അപകടത്തിലാ. ഇനി വെച്ച് വൈകിപ്പിക്കരുത്. താനാ സൈബറിലെ മനോജനെങ്കിൽ വിളിക്ക്. എന്നിട്ട് മൊത്തം ഡീറ്റെയിൽസ് ഇങ്ങ് എടുക്ക്. നേരത്തോട് നേരം ചത്ത് പണിയെടുക്കാണ്ട് ഈ വണ്ടി ഞാനിങ്ങോന്ന് എനിക്ക് തോന്നുന്നില്ല. റെയറാക്സിൽ ഒരു കടകട ശബ്ദം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞ ഇതൊന്നുമല്ല. ഒരു 10 മിനിറ്റ് ഡിപ്പോന്ന് ഇപ്പൊ ആള് വരും. ഞാനേ പഴയ മെക്ക ഒരു മാറി. പിന്നെ നിങ്ങൾ ഈ നടുറോട്ടിൽ ആള് നിർത്തി വരപ്പിക്കാൻ ഡിപ്പോ നേരത്തെ വണ്ടി വിളി. നമ്മുടെ സമയത്തിന് ഇവർക്കൊന്നും ഒരു വിലയില്ല. അതിനുവേണ്ടി നീ സംസാരിക്കും. എനിക്ക് ചെന്നിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറാളാ. അതെ ഇതുവരെ നടക്കുവോ? വണ്ടി അടുത്ത വണ്ടി എവിടെ? ഒരു മിനിറ്റ് കേട്ടോ. എപ്പോ പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്ക് ഇപ്പൊ വരും. കൂടുതൽ സംസാരിക്കണ്ട, വണ്ടി വരുന്നു. എവിടെ? ഇത് എന്നതാടാ, ഓർഡിനറിയോ? കണ്ടടത്തൊക്കെ നിർത്തുന്നുണ്ടല്ലോ. അതെ, ബ്രേക്ക് ഡൗൺ ആണ്. ലേഡീസ് ഫസ്റ്റ്. 5 പേരാന്നേ തലടിയാണോ? ഇതിൽ 5 പേര് കയറിയാൽ മതി കേട്ടോ. അതൊക്കെ വിളിച്ചു. ഫ്രാങ്കോ, എത്ര കാലം നിന്നെ കണ്ടിട്ട്? ഞാനേ പുറത്തു എനിക്ക് തോന്നി, അതാ ഞാൻ വിളിച്ചത്. നീ ഫുൾ ട്രിപ്പിംഗ് ആണല്ലേ? രണ്ടാളുണ്ടല്ലോ. രണ്ടുപേരുണ്ട്, മാമാരാ. നീ വന്നാൽ നിൽക്കാതിരിക്കടാ. ബാക്കിൽ സീറ്റ് ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇരുന്നോളാം. നീ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. നല്ല രസം, ഒന്നും കള്ള. ആരാടാ ഈ ഹിപ്പി? ക്ലാസ്മേറ്റാ. സംസാരിക്കാൻ തുടങ്ങിയ ഒരു ശല്യം നിർത്തില്ല. എന്ത് മനസ്സിലായോ ഫ്രാങ്കോ? എത്ര ആളെ കണ്ടിട്ട്? ഞാനേ ഗ്യാസ് കയറുന്നു, ഗുളികല്ലോ. ആദ്യം കയറിയതാടാ അവിടെ സേതു. അതിനിപ്പോ ഞാനെന്ത് വേണം? ഓ, അപ്പോ നിങ്ങൾ തമ്മിലിപ്പോ ഞങ്ങള് ബ്രേക്കപ്പ് ആയി. ഓ റിയലി? ഐ മീൻ ഐ ആം സോ സാഡ്. ഓ, അപ്പൊ അതാണ് മോന്ത ബബിൾഗം വിഴുങ്ങിയ കോഴിപ്പോലെ. നീ ഇവിടെ ഇരിക്ക. അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോഴേ ഒരു നാരങ്ങ വാങ്ങിച്ച് മണപ്പിച്ചാൽ മതി. അല്ല, ഇതിനകത്തുണ്ട്. മേഘ ധൈര്യം ഇട്ടുന്നോളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സ്ട്രെസ് എടുക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. ഇരിക്കടാ. സാറേ, ഞങ്ങൾ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇന്റർനെറ്റ് ഹിസ്റ്ററി വെച്ച് അവൻ തന്നെ ഉറപ്പാ. എങ്കിലും ഒന്ന് കൺഫേം ചെയ്തു തരും. ശരി സാർ.
ഇവിടെ ആരും ഇല്ലേ? ദേവകി, എന്തോ അച്ഛാ രാവിലെ സൂര്യൻ ഉദിച്ച്. ആരാ? ഞങ്ങളുടെ വില്ലേജ് ഓഫീസിൽ ദണ്ണുണ്ടടി, ദണ്ണുണ്ട്, ദണ്ണു. അറിയാം. പറ്റേ. ഈ വീട്ടിലെ അംഗങ്ങളുടെ പേരും വിവരവും ഒന്ന് പറയൂ. എന്തുവാ? അല്ല, ഞങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാ. ഇന്നാളല്ലേ ഒരു സെൻസസ് അങ്ങോട്ട് കഴിഞ്ഞ, പിന്നെ ഇപ്പൊ എന്തുവാ? ഇതല്ല, ഈ പഞ്ചായത്തിൽ കക്കൂസുകൾ ഇല്ലാത്ത വീടുകളിൽ കക്കൂസ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടാ. ഇവിടെ കക്കൂസൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെയല്ല, ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് അവിടെ കൊടുത്തേ പറ്റൂ. കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞ പെരുമാറണം. അച്ഛാ ഈ കുപ്പി പൊട്ടി നെഞ്ചത്ത് കേറിയാലുണ്ടല്ലോ, കൊണ്ടുപോകാനൊന്നും ആളില്ല. ദാണ്ടേ, ഞാൻ അവസാനമായിട്ട് പറയാം, ഇവിടെ തരാനെന്ന്. അച്ഛാ ഒന്ന് നിർത്തച്ഛാ. നിങ്ങളുടെ പേരെന്താ? പേര് സഹദേവൻ. വീട്ടിൽ എത്ര പേരുണ്ട്? ഇവിടെ ഞങ്ങൾ 5 പേര്. ഞാനും പെമ്പറന്നൂരും മോനും മോളും പിന്നെ അച്ഛനും ഉണ്ട്. എല്ലാവരും ഒന്ന് വിളിക്കുക, ഈ ഫോമിലൊന്ന് ഒപ്പിടണം. തരത്തില്ല, തരത്തില്ല. ചേടാ, ഈ കക്കൂസ് വരുന്നതിന് അവരുടെയൊക്കെ ഒപ്പം തന്നെ. പിന്നെ മോൻ ഇവിടെ ഇല്ല, ദൂരെ. മോനോടെ പോയി? ദൂരെ ഒരു കല്യാണത്തിന് പോയേക്കോ. ഏത് കല്യാണം? അപ്പൊ അവനല്ലോ പറഞ്ഞത് മതവും ജാതിയും രണ്ടായതുകൊണ്ട് പെട്ടെന്നൊന്നും രജിസ്റ്റർ ചെയ്യാൻ ഒക്കത്തില്ലെന്ന് അല്ലയോ? സേതു വാടാ, ഒന്ന് നടു നിർത്തിക്കോ. ഞാനില്ല, നിങ്ങളെന്തെങ്കിലും കുടിച്ചിട്ടേക്കാ? ഞാൻ എങ്ങോട്ടും ഇല്ല, നല്ല തലവേദന. കുറെ നാളായില്ലേ ദൂരയാത്ര ചെയ്തിട്ട്. എന്നാ ഞാനൊന്ന് അല്ല, ഞാനും വരാം. എന്നാ വാ. ഞാനേ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം, മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. എന്നാ ഞാനും വരാം. അല്ല, ഞാൻ ഒറ്റക്ക് നോക്കോളാം, കൂട്ടുവേണ്ട. കൂട്ടുവരുന്നതല്ല, എനിക്ക് മുള്ളണം. നീ കണ്ടിട്ടില്ലേ, യാത്ര പോകുമ്പോൾ ആരേലും മുള്ളണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുള്ളൻ മുട്ടും. അത് എന്തൊരു പരിപാടിയാണ്. വാ പോയിട്ട്. ഓ, ഭാഗ്യത്തിന് ഇത്തിരി വൃത്തിയുണ്ട്. നീ മുള്ളുന്നില്ലേ? വാ. നീ വന്ന് ഒരു കാര്യം പറയട്ടെ. കൈ എടുത്തടാ. എടാ, നിങ്ങൾ ഇങ്ങനെ വെറുതെ തല്ലുണ്ടാക്കല്ലേ പ്ലീസ്. അല്ല, ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞ് വഷളാക്കല്ലേ. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചില്ലാ. എന്ത് ചില്ലാവാൻ? ചില്ലേ കൈയെടുക്കണം. അന്വേഷിച്ചില്ല. എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഡീൽ ചെയ്തോളാം. അല്ലേ പിന്നെ ഒരു കൂട്ടുകാരനാന്ന് പറഞ്ഞ എന്ത് കാര്യം? നീ ഇവിടെ ഇരിക്കേ പോരാ. എന്ത് പ്രശ്നം? തലക്ക് കുറച്ച് പ്രശ്നം. ഇതൊക്കെയാണ് കൂട്ടുകാര്. എന്റെ മേഘ, മംഗലാപുരം വരെ ഇതുപോലെ ഞാൻ മാനേജ് ചെയ്തോളാം. ബ്രേക്കപ്പിന്റെ ശരിയാ, ദേഷ്യം ഉണ്ടാവും. നീ കുറച്ച് വേഗം നടന്നോളൂ. വണ്ടി സ്റ്റാർട്ടായി, ബിജുവിനെ കാണാനില്ലല്ലോ. അയ്യോ, ഒന്ന് നോക്ക്. നാരോടോ നമുക്കറിയില്ല. 10 മിനിറ്റ് എന്ന് പറഞ്ഞു. പറയണ്ട എന്റെ ചേട്ടാ. എടാ സേതു, നീ ഇതെവിടെയായിരുന്നു? അല്ല, മാമൻ എവിടെയായിരുന്നു? എടാ, ഒരു തെണ്ടി എന്നെ അകത്തിട്ട് പൂട്ടിട്ട് പോയി. എന്നിട്ടെന്ത്? വേറൊരു തെണ്ടി തുറന്നുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. ഇരിക്കും. ഓ, വല്ലാത്ത മനുഷ്യന്മാര്.
സാർ സംഭവം കിട്ടിയിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി സാർ. അല്ലെങ്കിൽ താനിൻ്റെ ഒരു കോപ്പി എടുത്ത് SI മല്ലപ്പയ്ക്ക് അയച്ചു കൊടുക്കും. ശരി സാർ. സാർ അപ്പം നേരെ മംഗലാപുരം. എല്ലാവരും കേട്ടു. ഒന്ന് എഴുന്നേറ്റ്. മംഗലാപുരം എത്തിയോട്ടോ. എല്ലാരും ബാഗൊക്കെ എടുത്തോണേ. ഓ, ഞങ്ങൾക്ക് മനസ്സിലായി മംഗലാപുരം എത്തിയെന്ന്. താൻ പറയേണ്ട കാര്യം. മേഘ ബാഗ് ഞാൻ പിടിക്കണം. വേണ്ട. വേറെ എന്തെങ്കിലും വേണ്ട. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഓട്ടോ വിളിച്ച് പോവാ. വാ. എന്താ പിടിക്കാം? മേഘ ഓട്ടോ മേഘ പോണ്ട അടുത്തേക്ക് തന്നെയാണ്. എനിക്ക് പോണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? കുതിരൊളി. ഓ, അങ്ങോട്ടാണോ? ಹೌದಾ? ಸರಿ ಸರಿ ಆಯ್ತು, ಮಾಡ್ತೀನಿ. ഷെട്ടിയുടെ ಎಲ್ಲಿಗೆ ಸರ್? എടാ നീ സംസാരിക്കേ. അകത്തോട്ട് കയറി ഇരുന്നെ. ಎಲ್ಲಿಗೆ ಹೇಳಿ ಸರ್? അണ്ണാ, ഈ ഡോക്ടർ ഷെട്ടി കോളേജ് കദ്രി ഡ്രോപ്പ് ആണല്ലോ. ಸರಿ ಸರಿ, ಕೂತ್ಕೊಳ್ಳಿ ಸರ್. ഓ, ചേട്ടാ ചേട്ടാ ചേട്ടാ, നിർത്ത്. മേഘ ഇരുന്നില്ലേ? ഇല്ല, ഞാൻ വേറെ വിളിക്കാം. അപ്പൊ ഞാൻ ചേട്ടാ ജാവോ ജാവോ. ഏത് വഴി? നില്ലണ്ടി. ബൈ. അണ്ണാ എಲ್ಲಿಗೆ? वो ऑटो फॉलो करो. ओके फॉलो. ഇവന് എവിടെ പോയി? ഇവന്മാരെല്ലാം കത്തിരിക്കാൻ അണ്ണാ, പോലാം പോലാം. ಶೆಟ್ಟಿ ಕಾಲೇಜ್ ಹತ್ರ ತಾನೆ? എന്ത് ഭാഷ? മംഗലാപുരം പോലും. മംഗലാപുരം ഞാൻ അവളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ്. അവിടെ പന്തളം NSS കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം. എത്താറാകുമ്പോ അയാൾ പറയും ഇങ്ങോട്ട് കയറി. ഏതാ ഈ ഗോഡൗൺ? അയ്യോ മാമ, ഇതൊരു ഫാമിലിക്ക് നിക്കാൻ പറ്റിയ സെറ്റപ്പ് ആയിട്ട് തോന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നോക്കിയാലോ? ഫാമിലി അതിന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ.
എടാ ഇവിടെ നിന്നെ ആരും റേപ്പ് ചെയ്യാൻ ഞാൻ നോക്കിക്കോളാം. എടാ മാത്രമല്ല ഇവിടെ ആകുമ്പോൾ ഒരു 250 300 ഒതുങ്ങും ചെയ്യും. നീ വന്നേ. കുറച്ചുകൂടെ തപ്പിയാ നല്ല വർക്കത്തുള്ള ഒരു ഹോട്ടൽ കിട്ടിയാല് ആരോട് പറയാൻ. എന്നാ നമുക്ക് തപ്പിയാലോ? എടാ ഇതാകുമ്പോൾ കോളേജിന് അടുത്തല്ലേ, പിന്നെ പാതിരാത്രി ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് നടക്കല്ലേ, അതിനാണല്ലോ വന്നത്. നീ വന്നേ. അങ്ങനെ ഇങ്ങനെ വരുന്നു പറയാ. ഉറക്കാൻ വന്നിട്ട് വയ്യ. ಮೇಡಮ್ ಈ ಲಾಡ್ಜ್ ಬೇಕಾ? ಹತ್ರದಲ್ಲೇ ಹೋಟೆಲ್ ಡ್ರೀಮ್ಸ್ ಲಾಡ್ಜ್ ಇದೆ, ಅಲ್ಲಿಗೆ ಹೋಗೋಣವಾ? വേണ്ട. എന്ത് ഡ്രീംസ്? മേലെ 104 റൂം. സാർ 1 മിനിറ്റ്. ഇത് മനസ്സിലായില്ലേ? നമ്മുടെ ഉറക്കത്തിന്റെ കാര്യം തീരുമാനമായി. ഓ വാപ്പ നടക്ക്. ലിഫ്റ്റുമില്ല. ഇവിടെയൊക്കെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഓണം. ഓണമല്ല, ദസറ. നവരാത്രി തുടങ്ങിയ പിന്നെ 10 ദിവസത്തേക്ക് അവന്മാരുടെ അയ്യര് കളിയാണ്. നാട്ടിലെ പുലികളി പോലെ വെറുതെ കൊടവയറിട്ടിളക്കുന്ന പരിപാടിയല്ല ഇത്. നല്ല തികഞ്ഞ അഭ്യാസികളാ. അഭ്യാസി കൊല്ല. ഇതാണോ മുറി? എക്സ്ക്യൂസ് മീ, നീഡ് 1 റൂം. ಹೆಸರು? എന്ത്? ನೇಮ್ ಅಂಡ್ ಅಡ್ರೆಸ್. ചേട്ടാ, ക്ലീൻ റൂം പ്ലീസ്, പ്ലീസ്. ಡೀಲಕ್ಸ್ ರೂಮ್, ಸ್ಪೆಷಲ್ ಫಾರ್ ಡೀಲಕ್ಸ್. സേതു, നീ കുളിക്കണ്ട? മാമൻ കുളിച്ചോ, ഞാൻ പിന്നെ കുളിച്ചോളാം. ആ കിടക്കുന്ന കിടപ്പ് കേട്ടോ, വെട്ടിയിട്ട വാഴ പോലെ. ಎಂತ ನಮ್ಮ ಏರಿಯಾಗೆ ಬಂದು ಹುಲಿ ವೇಷ ಮಾಡೋಷ್ಟು ಧೈರ್ಯ ಬಂತ ನಿಂಗೆ? ಏರಿಯಾ ನಿಮ್ ಹೆಸರಲ್ಲಿ ಬರ್ದಿದ್ಯಾ? ಏರಿಯಾ ಗಿರಿಯಾ ಏನಿಲ್ಲ, ಊರೆಲ್ಲ ನಮ್ದೆ. ನಮ್ಮ ಏರಿಯಾಗೆ ಬಂದು ನಮ್ಮ ಹತ್ರನೇ ಅಂತರ ತೋರಿಸ್ತೀಯ? ಗೇಟ್ ಕ್ಲೋಸ್ ಮಾಡೋ, ತಪ್ಪಿಸ್ಕೋಬಾರ್ದು. ಇಲ್ಲೇ ಇದ್ದಾನೆ ನನ್ನ ಮಗ. ಸಾರಿ. ಥ್ಯಾಂಕ್ ಯು ಬ್ರದರ್. ನಡಿಯೋ. ಎಲ್ಲೋ ಯಾರದು ಹುಡುಗಿ? ಗೊತ್ತಿಲ್ಲ ಮರಾಯ. ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ಮರಾಯ. മേഘ, നീ ഇത് എന്തുദ്ദേശം ഇറങ്ങി പുറപ്പെട്ടെ? നിന്നെ വിശ്വസിച്ചിട്ട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ല ഇറങ്ങിയത്. ഒച്ച വെക്കല്ലേ, ഞാൻ നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞല്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് തരത്തിൽ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും ചെയ്തു? നമ്മുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്ന വഴിയത്. നീയല്ലേ പറഞ്ഞ വീട്ടുകാർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്നു. നീ ചെന്ന് പറ നിന്റെ മാമന്മാരോട്. എല്ലാവർക്കും വേണ്ടി ലൈഫ് കോംപ്രമൈസ് ചെയ്ത് ഞാൻ മടുത്തു. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞ ഞാൻ പറയാം. എന്റെ പൊന്നു മേഘ, നീ ഇപ്പൊ ചെന്ന് അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുക്കും. ഐസ് വീട്ടിലായിരിക്കും എന്നെ വീട്ടിലെത്തിക്കുക. സർ, ഐസ് വാട്ടറോ? ആ, എന്തൊക്കെയാടോ? പോടോ പോടോ. പഠിച്ചേ, എല്ലാ ആൾക്കുളത്തോടും ഇവിടെ ഉണ്ട്. അതെ, ഇപ്പൊ എന്റെ തലയിൽ ഒന്നും വരുന്നില്ല. നീ എനിക്ക് ഈ ഒരു രാത്രിയും കൊടുത്താ ഞാൻ എന്തെങ്കിലും ഒരു ടൈപ്പ് കണ്ടുപിടിച്ചോളാം. എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നാളെ രാവിലെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മാമാരുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറയും, ഉറപ്പാ. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അത് രാവിലെ അവിടെ എനിക്ക് മുമ്പേ നിന്നെ ഒന്ന് കണ്ടോളാം. നീ ഇപ്പൊ തൽക്കാലം റെസ്റ്റ് എടുക്ക്. ബിജുമാമൻ ഇപ്പൊ ഇറങ്ങും.
മേഘ, നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ തൽക്കാലം ഡോറ് ലോക്ക് ചെയ്ത് കിടന്നുറങ്ങാൻ നോക്കാം. ആരും ഒന്ന് വിളിച്ചാലും തുറക്കാൻ നിൽക്കണ്ട. പിന്നെ ഫോൺ കളഞ്ഞല്ലോ അല്ലേ? ആ, കുറ്റി ടൈറ്റായിട്ട് ഇട്ടോ. നല്ല ദോശയാ ഉണ്ടാക്കുന്നത്. ചോദിച്ചത് ദോശ, കിട്ടിയത് ആംബ്ലേറ്റ്. മുട്ട ദോശ ആയിരിക്കും. അത് നീ കഴിക്കുന്നില്ല. ഈ മുപ്പല്ലിയൊന്നും വെച്ച് എനിക്ക് കഴിക്കാൻ ഒക്കില്ലടാ. ഇവനെന്താ ഈ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക്? കഴിക്കടാ. എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ നാളെ രാവിലെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ മാമാരുടെ അടുത്ത് നിന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറയും. ഉറപ്പോ? സേതു, എന്നെ മനസ്സിലായില്ലേ? സുമിയുടെ കോളേജ് മേറ്റ് മേഘ. ആ, സുമിയുടെ കോളേജ് മേറ്റ് മേഘ. മാമ, ഇത് സുമിയുടെ ക്ലോസ് ഫ്രണ്ടാ. ഹായ് അങ്കിൾ. മാമ, അത് ബൂസ്റ്റാ. മേഘ ചായ കുടിക്കുന്ന അറിയില്ലല്ലോ. ഓ, ഇത് ബൂസ്റ്റാണോ? അല്ലല്ല, താങ്ക് യു. നോ മെൻഷൻ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ലല്ലോ, ഒരു പ്രേമുള്ള കാര്യം. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്താ, നേരെ കോളേജിലേക്ക് തന്നെ പോകുന്നു, അത്ര തന്നെ. ആ, ഞാനും കോളേജിലേക്കാ. എൻ്റെ ഫീസിൻ്റെ ഡ്യൂ അടയ്ക്കാനുണ്ടേ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഓ, എന്നാ പിന്നെ മേഘയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞങ്ങളും കോളേജിലേക്ക് വന്നോട്ടെ. നിങ്ങൾക്കാവുമ്പോ കോളേജ് വിശദമായിട്ട് അറിയാലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട്? കോളേജിൽ പോയാലോ? ഗുഡ് ഐഡിയ.
നമുക്ക് പോവാ. മേഘാന്ന് തന്നെ ഞാൻ വിളിച്ചേ. കൊച്ചിനെ അവിടെ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ. മോളെ മോളെ ഇന്നലെ ഞങ്ങൾ വന്ന ബസ്സിൽ മോളുണ്ടായിരുന്നു. എന്ത് ഹില്ലില്ല. ഞാൻ ഇവിടെ എനിക്ക് നല്ല ഞാനും ഇന്നലെ നാട്ടിൽ നിന്ന് കയറിയതാ, കായംകുളം എക്സ്പ്രസ്. ആ അങ്ങനെ വരട്ടെ. എനിക്ക് നല്ല മുഖപരിചയമുണ്ട്. നിങ്ങൾ അതിലുണ്ടായിരുന്നു. പിന്നെ കണ്ട പോവാം. ഫോട്ടോ രജിസ്റ്ററിംഗ് എടുക്ക്. നമുക്കേ സൈബി മോൾ വരെ ഒന്ന് പോയാലോ? ഞാൻ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഡ്രസ്സൊന്നുമില്ല. നിനക്കൊന്നും എടുക്കാനല്ലേ? ആ എന്തോ ഉണ്ടായിരുന്നു. ക്യാഷ് ആയിട്ട് എൻ്റെ അടുത്തുണ്ടാവില്ലേ? എൻ്റെ കാർഡിന് എന്തോ ഒരു ചെറിയ പ്രശ്നം. അതൊക്കെ ഉണ്ട്. ആ നീ ആദ്യം ഒന്ന് പോയി കുളി, ഞാൻ റെഡി. വിളിക്കാം. വാ, ബെൻസിന്റെ സി ക്ലാസ്സാ. ഏതാണല്ലോ ദേ, എന്ത് വിന്റേജ് മോഡലാ. അയ്യോ എന്തുവാ, എന്നാ പറ്റി? അയാൾ എന്റെ നാട്ടുകാരനാ, പോലീസിലാ. അത് വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും. ചേട്ടാ എനിക്ക് ഉറപ്പാ, എന്റെ വീടിന്റെ അടുത്തുള്ള ലൈബ്രറിയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് എങ്ങനെ പണിയായെന്നാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒന്ന് താഴത്തോട്ട് നിന്ന് നോക്കിയിട്ട് വരാം. നീയേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചോ. ശരി ശരി. മിസ്റ്റർ ഇതൊക്കെ ഗസ്റ്റ് രജിസ്റ്ററിംഗ് സർ. കേരള പോലീസ് പാ ഇട്. ഒരു ചെക്കനും പെൺകുട്ടിയും ഇന്നലെ ഇവിടെ റൂം എടുത്തായിരുന്നു. മലയാളീസാ. മലയാളി കപ്പിൾസാ? ഇതാണ് പെൺകുട്ടി. എടി നീ പറഞ്ഞോളാ, നമ്മളെ തപ്പി തന്റെ അവന്മാരെ വന്നേക്കുന്നത്. നീ പെട്ടെന്ന് ഇറങ്ങിയേ. ಗೊತ್ತಿಲ್ಲ ಸರ್, ನೆನ್ನೆ ಬೇರೆ ರಿಸೆಪ್ಷನಿಸ್ಟು. ನಾನು ಇವತ್ತು ಮಾರ್ನಿಂಗ್ ಬಂದೆ. ഒന്ന് പെട്ടെന്ന് വന്നേ. ರೂಮ್ ನಂಬರ್ 204 ಅಲ್ಲಿ ಇದ್ದಾರೆ ಸರ್, ಒಂದು ಮಲಯಾಳಿ ಕಪಲ್ಸ್. നീ വരുന്നുണ്ടോ? വീട്ടുകാർക്ക് പോലീസിലൊക്കെ നല്ല പിടിയാലേ. ಸರ್ ಏನಾಯ್ತು ಸರ್? അയ്യോ എന്റെ റേബാൻ എടുക്കാൻ മറന്നുപോയി. അതൊക്കെ ഇവിടെ വീട് ബാഗിൽ കാണുമ്പോ പോവാ. കൈ തൂക്കിട്ടാ പെട്ടെന്ന് ജെട്ടി പോലും ഇട്ടിട്ടില്ല. സാറേ, അവൻ്റെ ഫാമിലിയാ? എന്തായാലും മോള് കൂടെ വന്നത് നന്നായി. നീ പഠിച്ച കോളേജല്ലേ, ഇനി വഴി ചോദിച്ച് നടക്കണ്ടല്ലോ. ചേട്ടാ, നമുക്ക് ആദ്യം പയ്യനെ പറ്റുമെന്ന് തിരക്കാം. മോളെ പ്രിൻസിപ്പൽ റൂം എവിടെയാ? നേരെ നേരെ. അതെ ഇങ്ങോട്ട്. നേരെ പോയി സ്റ്റാച്ചു ചുറ്റി ഇടത്തോട്ട്. ഇങ്ങോട്ടോ? ഇങ്ങോട്ടോ? ആ മണ്ടന്മാരാവാ. അയാൾ ഏത് നാട്ടുകാരനാണോ? ഏതാണെങ്കിൽ എന്താ, നിനക്ക് മലയാളം അല്ലേ അറിയാവൂ? കൊല്ലം 6 ഫസ്റ്റ് ഇയർ പോലും പാസ്സായിട്ടില്ല.
കോഴ്സ് തുടങ്ങിയതിനു ശേഷം അലക്സിനെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലുമൊക്കെ വരുന്നത് ആദ്യം. എന്തൊക്കെയായാലും അവൻ കോളേജിലുണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടങ്ങൾ മൊത്തം ഫൈൻ അടച്ചിട്ട് പോയാൽ മതി. 76,000 രൂപ. ഇത് വാർഡിന്റെ ബാത്റൂമിൽ ചേരെ തുറന്നു വിട്ടേന്. ഇത് എൻ്റെ കാറിന്റെ കാറ്റഴിച്ചു വിട്ടേന്. ഹാപ്പി ദസറ ಸರ್ ಮೀಟಿಂಗ್ ಟೈಮ್ ಆಯ್ತು ಸರ್. അവർക്ക് വേണമെന്നില്ല. ഷുഗർ താഴും. സർ, യെസ്, അതിന് ഞങ്ങൾ ആ ചെക്കൻ്റെ വീട്ടുകാരൊന്നും അല്ല. അവൻ ഞങ്ങളുടെ നാട്ടിലും കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. അതൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്ന. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ കോളേജ് വരാറേയില്ല. അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ PG ഹോസ്റ്റലുണ്ട്. അവിടെ പോയി അന്വേഷിച്ചാൽ ചിലപ്പോൾ അവനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും. വലത്തോട്ട് തിരിഞ്ഞ്. വേണ്ട സാർ, വഴി ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇവിടെ അല്ലേ പഠിക്കുന്നേ? Which batch? ഹോസ്റ്റൽ ഫീസിന്റെ ഡ്യൂ ഇവിടെ കൗണ്ടറിൽ അടച്ചാൽ പോരെ? Yeah. You should pay it on account section only. മൊത്തമായിട്ട് പേ ചെയ്യുമല്ലോ അല്ലേ? ഹാ, യെസ് സർ. Good. മോക്കിനി എപ്പോഴാ ബസ്? രാത്രി യാത്ര ചെയ്ത് ശീലമുണ്ടോ? ഇങ്ങനെയൊക്കെയല്ല ശീലിക്കേണ്ടത്. മോനെ, നീ ജോജു ആണോ? ആ സോഫ കിടക്കുന്ന വവ്വാലോട് ചോദിക്കട്ടെ. കോലവാടാ. ആ പഠിക്കുന്ന പയ്യനോട് ചോദിക്കേ. ആ ബെസ്റ്റ്. മോനെ, നീ അലക്സിന്റെ ഫ്രണ്ടാണോ? അലക്സോ? ആ, ഏത് അലക്സ്? അലക്സ് ജേക്കബ്. എടാ, അത് നമ്മുടെ കാടയായിരിക്കും. ഓ, കാടാ. കാടയോ? അതെന്താ? എന്ന് വെച്ചാലേ നിങ്ങളുടെ അനന്തരവളി ചാടി പോയിട്ടുള്ളത് നല്ല മുട്ടൻ പൂവങ്കോയുടെ കൂടെയാണെന്ന്. അവനിപ്പോ എവിടെ ഉള്ള? എൻ്റെ ബ്രോ, ഞാൻ അവനെ കണ്ട് 3-4 മാസമായി. അല്ല, ഞാൻ അവൻ്റെ ഫ്രണ്ടാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? എന്താ പ്രശ്നം? നിങ്ങൾ പോലീസിലാണോ? എൻ്റെ മക്കളെ, ഞാൻ പോലീസും പട്ടാളം ഒന്നുമല്ല. അല്ല, പോലീസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പോലീസുകാരൊക്കെ ഞങ്ങളുടെ കമ്പനിക്കാരാ. അവനെ തപ്പി വന്ന് അവരിവിടുന്ന് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടാ പോവാറ്. അതെ. എന്റെ പൊന്നു മക്കളെ, അവൻ പോവാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പറ. അവനെ കാണാതെ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ പബ്ബിൽ ചെന്ന് അന്വേഷിക്കേണ്ടി വരും. പക്ഷെ അവിടെ മൊത്തം അവന്റെ സ്റ്റോണ ഗ്യാങ്സാ. അതെന്തുവാ എന്ന് വെച്ചാ കൊക്കൈനും കഞ്ചാവും ഒക്കെ അമൃതാഞ്ചം വലിച്ചു കയറ്റുന്ന പോലെ വലിച്ചു കയറ്റുന്ന ടീംസാ. അവിടെ പോന്നേ കൊള്ളാം. എന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവന്മാര് വലിച്ചീറ് ഒട്ടിക്കും. സത്യം. എടോ, എന്ത് റിസ്ക് എടുക്കാനും റെഡിയാ. അവസ്ഥ ഇപ്പൊ അതാ. ആ സ്ഥലം പറഞ്ഞ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ബെൽമട്ടല്ലേ, ജി പബ്. ട്യൂസ്ഡേ നൈറ്റ് അല്ലേ? അപ്പം കപ്പിൾസിനല്ലേ എൻട്രി ഉള്ളൂ. പക്ഷേ ഇവർക്ക് കയറി പോവാം. അത് പറ്റും. പിന്നെ ഈ കല്യാണത്തിന് പോകുന്ന പോലെ മുണ്ട് കൊടുത്തോണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരത് വലിച്ചൂരി തലേ കിട്ടും. വല്ല ജീൻസോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോ. അധികം ഫോർമലും ആവണ്ട, അധികം ക്യാഷ്വലും ആവണ്ട. ഇനിയിപ്പോ നീ ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ബൈ. മേഘ പോവാന്ന്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അല്ല മോളെ, നീ ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോകണ്ട. ഇത്രയും വൈകിയില്ലേ? ഓ, അത് സാരില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലാവുന്നത്. ശരിയാ, പക്ഷെ ഒരു മിനിറ്റ് മോളെ, നീ മറുത്തൊന്നും പറയരുത്. ഇത്തരം സഹായം ചോദിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലെന്നറിയാം. പക്ഷെ അവന്മാർ പറഞ്ഞു കേട്ടില്ലേ, ഈ കപ്പിളായിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റി വിടൂ. ഇനി അതിനു വേണ്ടി ഒരു പെണ്ണിനെ തപ്പി നടന്ന് നാട്ടുകാരുടെ തല്ലും കൂടെ മേടിക്കാൻ വയ്ക്കും. അതുകൊണ്ടാ മോളെ, നീ സുമിയുടെ കൂടെ പഠിച്ചതല്ലേ? അവളെ ഓർത്തെങ്കിലും ഞങ്ങളുടെ ഒപ്പം വരണം അല്ലേ? അതെ. ഓക്കെ, ശരി, എന്നാ പോ. Don't worry, Robin. It won't take more than a day. Sir. മോക്ക് വന്ന മെസ്സേജാ. എന്നാലും ഇതൊക്കെ ഉള്ളതാണോ മോളെ?
അവൻ ഇത്രയ്ക്ക് വലിയ കുഴപ്പക്കാരനാണോ? പിന്നെ എന്നെ തന്നെ റാഗിംഗ് എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം പ്രപ്പോസ് ചെയ്യാൻ വിളിച്ചോണ്ട് പോയത്. അവനൊരു ഇന്നസെന്റ് ഫേസ് ഉണ്ട് അങ്കിൾ. അതിലെ ഈ പെമ്പിളറൊക്കെ വീഴുന്നത്. ചില ചക്കന്മാരുടെ പരിപാടി ഇതൊക്കെ തന്നെ. ബന്നി സാർ, ബന്നി മേഡം, ബന്നി. അതാണോ നിങ്ങൾ പറഞ്ഞ ഇന്നസെന്റിന്റെ ഫേസ്? കണ്ടതാ മകള് അവന്റെ മോന്ത. എനിക്ക് കള്ള ലക്ഷണമാണെന്ന് തോന്നി. 46 സൈസിലെ 2 ടീഷർട്ട് വേണം. ഈ പബ്ബിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റി. മോളെ ഇതൊന്ന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്തേ. ചേട്ടാ മനസ്സിലായി മനസ്സിലായി ചേട്ടാ. അല്ല നിങ്ങൾക്ക് എടുക്കണ്ടേ? ഞങ്ങൾക്ക് പറ്റിയതേ അപ്പുറത്തെ കടയിലുണ്ട്. അവിടെ നിന്ന് എടുക്കാം. ഞാൻ പോയി നോക്കിട്ട്. അതെ, മാമന്മാരാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ നിൽക്കുന്നവന്മാർക്കാണെങ്കിൽ ഭാഷ അറിയില്ല. നിനക്ക് ചീത്ത വിളിക്കണമെങ്കിൽ വിളിച്ചു. എന്തിനാ? അതെ, ഇന്നലെ നിന്റെ കൂടെ വലിഞ്ഞേറി വന്നത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കാതിരുന്നാ മതി. മേഘ, ദൈവത്തിനാണ് ഈ നിമിഷം നിന്നെയും കൊണ്ട് ഞാൻ മുങ്ങിയത്. പക്ഷെ നീ കേട്ടല്ലേ അലക്സിനെ പറ്റി? സുമിയെ കണ്ടുപിടിക്കുന്നവരെ നീ എങ്ങനെയല്ലോ ഒന്ന് കൂടെ നിന്നത്. സേതു, സുമി എന്റെയും സിസ്റ്ററാണ്. സുമിയെ കണ്ടുപിടിക്കേണ്ടത് എന്റെയും കൺസേൺ അല്ലേ? ഇതിപ്പോ നീ ഇപ്പൊ സുമിയെ കണ്ടുപിടിക്കാണ്ട് എന്നെ കൊണ്ട് ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം നടക്കില്ലെന്ന് എനിക്കറിയാം. ആ ബോധമൊക്കെ എനിക്കുണ്ട്. ഭയ്യ, ഇത് പാക്ക് ചെയ്യും. വേണ്ട, ഞാൻ എന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഇട്ടോളാം. അല്ല ഭയ്യ, വേണം. നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും മേടിച്ചെന്ന് എന്നാന്നോലും എനിക്ക് ഓർമ്മയില്ല. ചുമ്മാ എനിക്ക് മാമന്മാരെ പോവാൻ പറ. ചേട്ടാ ഇതെടുത്തു. എടി, ഈ സമയത്ത് ഇനി എങ്ങോട്ട് പോകണമെന്ന് നീ പറയുന്നേ? ആവശ്യമുള്ള സാധനം എടുത്തുക്കാൻ പറഞ്ഞ കാശിന്റെ കാര്യം അല്ല. നിന്റെ തുണി പണിയും കോപ്പൊന്നല്ല. ബഹളത്തിന്റെ ഇടയിൽ വിട്ടുപോയതാ. മേടത്തിന്റെ ഇടയിൽ വിട്ടുപോയി. ഇനിയിപ്പോ എവിടെ ചെന്ന് റൂം എടുത്താലും ഇതൊക്കെയാവും അവസ്ഥ. ഈ മംഗലാപുരം അത്ര വലിയ സിറ്റി ഒന്നല്ല. ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ ഈസി ആയിട്ട് തപ്പി കണ്ടുപിടിക്കാം. അതുകൊണ്ടാ പറയുന്നേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോകാം. വാ. ഫ്രണ്ട്സ് ഞാനൊന്നും പറയുന്നില്ല. ഇന്നൊരു രാത്രിത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നിട്ട് നാളത്തെ കാര്യം നാളെ നോക്കാം. നമുക്ക് വല്ലതും പ്ലാൻ ചെയ്യാം. നീ വന്നേ. വെളിവും ബോധമുള്ള ഏത് ഫ്രണ്ടുണ്ട് നിനക്ക് ഈ സിറ്റിയിൽ? നിന്റെ ഈ ചൊറിഞ്ഞ ഡയലോഗ് ആയിട്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് വയ്യ. ഞാനെന്തായാലും അങ്ങോട്ട് പോവാം. നീ വരുന്നുണ്ടേ വാ. അല്ലല്ലേ, ഇതോ ഹൈവേയിലോട്ട് കയറിയെന്നോ? നാട്ടിലോട്ടുള്ള വല്ല വണ്ടിയും കിട്ടും. നീ വരുന്നുണ്ടോ? മേഘ ഇങ്ങനെ നടന്നു വരുന്നു, ഞാനിവിടെ അവളിങ്ങനെ നടന്നു വരുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഏതാണ് ഈ കറുപ്പിട്ട കൂറ? അതെ, സംവരണം ചെയ്തിരിക്കുന്നു. ഹേയ് മേഘ, റീച്ച്ഡ് ദ കഫേ, വേർ ആർ യു? 4 ക്വസ്റ്റ്യൻ മാർക്ക്. ഹാർട്ട് അയച്ചാലോ? വേണ്ട, നേരിട്ട് കൊടുക്കാം. ഹേയ് മേഘ, വേർ ആർ യു? 4 ക്വസ്റ്റ്യൻ മാർക്ക്. സ്ക്രീൻ ഷെയർ. ഹാക്കറാണോ ഫാദറാണോ? അവര് ബ്രേക്കപ്പ് ആയി അവൾ എന്നോട് പറഞ്ഞത്. ഞാൻ വേറെ എന്ത് ചോദിക്കാനാണ്? എന്റെ അടുത്ത് വെളത്തിലെടുത്തല്ലോ. വെളച്ചിലല്ല, സത്യമാണ്. മാത്രമല്ല, ബസ്സിൽ അവള് ഒരു സീറ്റിലും സേതു മാമാര് വേറെ സീറ്റിലാണ് ഇരുന്നത്. ഇത്ര എനിക്കറിയാം. ലക്ഷ്മണ, നോക്കി നിൽക്കാതെ അവരുടെ ഡീറ്റെയിൽസ് എടുക്കണോ? ഒന്നുമില്ല, നമ്മുടെ മേഘയല്ലേ. ಸಚಿನ ಆ 2 ಲೇನು ದಪ್ಪ ಮಾಡಲೆ. ಕಾಲು ಅಗಲ ಮಾಡಿ ನಿಂತ್ಕೊಳ್ಳೋ. ಎಷ್ಟು ಸಲ ಹೇಳಿದ್ರು ಅರ್ಥ ಆಗಲ್ಲ ನಿಮಗೆ. ಏನೋ സൈഡ് സൈഡ് സൈഡ്. ಆ ಹುಡುಗಿ ಯಾರು? ಹುಡುಗಿ? ಪೆಣ್ಣಾರು? പെണ്ണ്. ನೈಟ್ ಎಲ್ಲ ತಿರುಗಾಡ್ತಿದ್ರಿ? തിരുവാതിരെ ഇങ്ങോട്ട് മാറി.
മാമ മേഘ. ആ കേറി വാ. മോളെങ്ങനെ വന്നു? ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്തു. ആ എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ വേഷം? ഓഹോ ഭയങ്കര കഷ്ടം തന്നെ. ഏതാണ്ട് PVC പൈപ്പിൽ ഇറങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട്. നിങ്ങളൊക്കെ ഇത് എങ്ങനെ ഇടുന്നു? ആ ഈ തൊപ്പിയും കൂടെ വെക്കാം. അപ്പൊ കുറച്ച് പ്രായം കൂടെ കുറഞ്ഞു കിട്ടും. അതിന് വല്ല ഹെൽമെറ്റ് വാങ്ങിച്ചു വെക്കേണ്ടി വരും. വേടാ ഊതണ്ട. മിക്കവാറും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ക്ലബ്ബിൽ കയറാൻ പറ്റൂ. എടാ ഈ വേഷം കൊണ്ടൊക്കെ വെറുതെ ആയി പോവോ? എന്തൊക്കെ ചെയ്താലും സുമിയും ആ ചെക്കനെയും പറ്റിയുള്ള വിവരങ്ങൾ അറിയണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ക്ലബ്ബിൽ കയറി പറ്റാൻ നോക്ക്. ആ പയ്യന്മാർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ അതും കുറച്ച് റിസ്ക്കാ. ഇനി അഥവാ അവരവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കയറ്റി വിട്ടില്ലെങ്കിൽ മോള് പോയി വേണം അവളെ സൂത്രത്തിൽ വിളിച്ചിറക്കിക്കൊണ്ടു. എന്തായാലും മക്കളുടെ മൊബൈൽ നമ്പർ എന്നതാ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല അങ്കിൾ. ഇക്കാലത്തും മൊബൈൽ ഫോണില്ലാത്ത പെൺകുട്ടികളോ? വളർത്തു ഗുണം. അപ്പൊ നമുക്കിറങ്ങാം. ആരെ കൊന്നിട്ടാണെങ്കിലും സുമിയും കൊണ്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ? മേഘ, നിനക്ക് മംഗലാപുരത്തെ കോറി റൊട്ടി വാങ്ങിച്ചു തരട്ടെ? എനിക്ക് റൊട്ടി ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് കോറി റൊട്ടി ഈ കൊങ്ങിണി ഇടയിൽ കഴിച്ചിട്ടുണ്ടോ? നീ രണ്ടും കൂടെ കുഴച്ചരച്ച ഒരു പരുവത്തില് സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം കേട്ടാ. സാർ നിങ്ങൾ എന്നെ ഇങ്ങനെ ശവത്തിൽ കുത്താതെ മൂത്ത മാമന്റെ നമ്പർ ഒന്ന് എടുക്കണം സാർ. കിടന്ന് പിടയ്ക്കാതടാ, നമ്പറൊക്കെ ഇപ്പൊ വരും. എടാ ഇതിന്റെ സിപ്പ് വീഴുന്നില്ലടാ. എന്റെ ചേട്ടാ 150 രൂപയുടെ ജാക്കറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഊരിക്കള, ഇതൊന്നും ആവശ്യമില്ല ഇവിടെ. ഊരിക്കളയാൻ പിന്നെ എന്ത് ചെയ്യും ഇത്? അതൊക്കെ ഇവര് നോക്കിക്കോളും. ഇവിടെ വെച്ചാൽ മതി. എങ്ങനെയും അകത്ത് കയറിയേ പറ്റൂ. കട്ടയ്ക്ക് കൂടെ നിന്നോളണേ. ശരി ശരി. തിരിഞ്ഞു നോക്കണം നടത്തും. നീ അത് കണ്ടോ? ഇതായിരിക്കും ഇവിടുത്തെ രീതി. ആണോ? അവര് ചെയ്യണ പോലെ ചെയ്യാം. അതെ. ഓ എന്തുവാടാ ഇത്? ഞങ്ങൾ നോക്കിട്ട് ശരി പോയി നോക്കാം. ഞങ്ങൾ ആ സൈഡ് നോക്കാം. എടാ അതെ, നമ്മൾ എങ്ങനെയാണ് അവന്മാർ കയറ്റി വിട്ടേ? കപ്പിൾസിനെ മാത്രമേ കയറ്റി കൊടുത്തുള്ളൂ. ആ ചെക്കന്മാർ വെറുതെ തള്ളിയതല്ലേ. എന്താ പറഞ്ഞേ? പോവാ. Bro, that stuff's name was like Chandwali, and after having that, I was like, "Ivane pidiki." That was some trippy stuff, bro.
ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇറക്കി വിട്ടിരിക്കാം വേഗം. ഇതിനൊക്കെ എന്തുവാണ്? ചുഴലിയാണോ? ഡൗട്ട് അടിക്കും. കൂടെ തുള്ളിക്കോളാം. വലിയവന്മാർക്ക് ഡൗട്ട് അടിക്കും. തുള്ളു തുള്ളു ചാട് ചാട്. തുള്ളിക്കൊണ്ട് നോക്കാം. നിർത്തണ്ട. ചാട്. എന്തേ മാമാരുടെ എന്താ ഹലോ ഇന്ന് എവിടെയാടാ പാർട്ടി നടക്കുന്ന പബ്ബുള്ളത്? ട്യൂസ്ഡേ ആണെങ്കിൽ ജി പബ് ബൽമട്ട. ബൽമട്ട അതെവിടാ? സർ ബൽമട്ട. ആ മല്ലപ്പ ഒന്ന് വിളിക്കേ. നീ പോടാ. ഒന്ന് എഴുന്നേക്ക് അലക്സ, ഒന്ന് എഴുന്നേക്കാൻ. എടാ ഇവിടെ ആകെ കുഴപ്പമാണ്. ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് നമുക്ക് നാളെ പോവണ്ടേ? എടാ പൊട്ടാ, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ അവസാനമായിട്ട് പറയോ, ഇത് തമാശയല്ല അലക്സേ. നീ നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോ. ഞാൻ ഇവിടുന്ന് പോവാ. ഞാൻ പോവാ. ഒന്ന് മാറണോ? Excuse me. Yes, sir. Do you know Alex? സുമി എടോ, താൻ എന്തിനാ കരയുന്നേ? ഓരോ തെണ്ടികളെ വിശ്വസിച്ച് വീട്ടുകാരെയും പറ്റിച്ച് എനിക്ക് ഇത് തന്നെ വേണം. എല്ലാം ഓക്കെ ആക്കാം, താൻ കരയല്ലേ. എന്റെ പേരെങ്ങനെ അറിയാം? ഞാൻ സേതുവും അമ്മാമ്മമാരുടെയും കൂടെ വന്നതാ. അവരകത്തുണ്ട്. അവരിവിടെ ഉണ്ടോ? അയ്യോ എടോ, താൻ പേടിക്കണ്ട, അവരൊന്നും ചെയ്തൊന്നുമില്ല. അവർ 2 ദിവസമായിട്ട് തന്നെ തപ്പി നടക്കുന്നു. ഞാനും കൂടെ ഉണ്ടായിരുന്നു.
അല്ല അലക്സ് എന്തി? സുമി ഐ ലവ് യു. ചേട്ടനും മാമന്മാരും ഭയങ്കര ദേഷ്യത്തിലാണോ? താനൊന്നും ചെന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്തായാലും മാമന്മാര് താനിപ്പോ ഇവിടെ ഉള്ളത് അറിയണ്ട. ഞാൻ ചെന്ന് സേതുവിനെ വിളിച്ചിട്ട് വരാം. ഓക്കെ ശരി. ആരാന്ന് ആര് ചോദിച്ചാലും ക്ലാസ്മേറ്റ് ആന്ന് പറഞ്ഞാൽ മതി. Robin is waiting at the station. Come. I came on my own. I'm not going back. They have a warrant. അയ്യോ അമ്മ പെൺപിള്ളേരോട് അനാവശ്യം കാണിക്കുന്നതാ. പോലീസ് പോലീസ് പോലീസോ? സാർ ഭാഗ്യം ഒന്നും പറ്റില്ല. സലാം അല്ല മാപ്പോ. അവന് എന്തുകൊണ്ടാ ഇതൊക്കെ? എന്നെ വിട്ടേ, കൈവിട്ട്. കർಕೊಂಡು ನಡೀರಿ. എന്തുവാ പ്രശ്നം? ഇവരൊക്കെ ആരാ? ಯಾರು ಜೀಪ್ ಹತ್ತಿದ್ರು. സുമി മോളെ. സംസ്ഥാനം വേറെ ആയതുകൊണ്ട് എന്നെ ഒരുപാട് കറക്കാന്ന് വിചാരിച്ച നീ. കയ്യിലെടുക്കണോ? ഞങ്ങളുടെ ചെക്കൻ്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ പോലീസ് സ്റ്റേഷനാണെന്ന് നോക്കൂല. എന്റെ മോളെ അടിച്ചോണ്ട് പോയവന്റെ ദേഹത്ത് കൈവയ്ക്കുകയല്ല, വേണ്ടി വന്ന തലയെടുക്കും. മോളോ? ഏത് മോള്? മേഘയുടെ പപ്പയാ. അതിന് അപ്പൊ വാ നമുക്ക് പോവാം. സർ അവള് വരില്ല. ഇത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞ വകുപ്പൊക്കെ ഉണ്ടല്ലോ. നീ എന്താ പോലീസുകാർക്ക് ക്ലാസ് എടുക്ക? പിന്നെ നീ പറഞ്ഞ വകുപ്പൊക്കെ കറക്റ്റാ, പക്ഷെ ഈ കേസ് SML വരില്ല. എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷ്ടിച്ച് നാട് വിട്ട എൻ്റെ മകളെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് മോഷണം നടന്ന സ്റ്റേഷനിൽ ഹാജരാക്കാനായിട്ട് കേരള പോലീസിൽ ഒരു ഓഫീസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാറണ്ടിക്ക് എടുക്കണോ? എടുക്കണോ? തുറന്നു കാണിക്കണോ? സർ സ്വർണ്ണമൊന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ. കണ്ടെത്തിയല്ലോ. എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടുപോവുക. മോളെ, യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. താങ്ക് യു മിസ്റ്റർ മല്ലപ്പ. ഇങ്ങോട്ട് വരാൻ. സേതു എന്തൊക്കെയാണത്? നിനക്ക് മനസ്സിലായില്ലടാ ബിജു? ഇത്രയും നേരം ഈ രണ്ടുപേരും കൂടെ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു. നടക്കണ, ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട്. ಏನೋ ಹಂಗೆ ಹೋಗ್ಬಿಡ್ತೀರಾ? അതെ ഇത് അയ്യോ സാർ, സാർ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും രണ്ട് അമ്മാവന്മാരെയും കൊണ്ട് ഒരുത്തൻ ഒളിച്ചോളുന്നത്. നിന്നെ സമ്മതിച്ചടാ.
ആ സുമിയെ കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല. അനിയത്തി വേലി ചാടിയപ്പോൾ ചേട്ടൻ മതിലെടുത്ത് ചാടി. മാമ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വഴിയില്ലായിരുന്നു. നീ മിണ്ടരുത് നീ. ഈശ്വര, ഇങ്ങനെ പ്രേമപ്പനി പഠിച്ച കുറെ മരുമക്കളായി പോയല്ലോ എന്റെ കുടുംബത്തിൽ. മിണ്ടാ നിൽക്കുക, ചെന്ന് സംസാരിക്കണം അവൻ്റെ അടുത്ത്. ഒന്നും പറയാനില്ല അവന്. എടാ സേതു, നിനക്ക് എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? ഞാൻ നിന്നതിന് അതിൻ്റെ കൂടെ. എന്ന് വെച്ചാ ഇവൻ പറ്റച്ചേരൊന്നുമല്ല നിങ്ങളുടെ ദണ്ണം. പെണ്ണ് ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ? എടാ, നമ്മുടെ തട്ടുംപുറത്ത് ഇപ്പോഴും കിടപ്പുണ്ടടാ പോലെ ആനച്ചങ്ങല. അതിന് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. സോറി എടാ, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. കുടുംബത്തിന് അഭിമാനം നേരെ ചൊവ്വ ജീവിച്ചാ കാണിക്കേണ്ടത്. അല്ല ഡാ സേതു, നിനക്കറിയോ സുമിയുടെ അവൻ്റെയും കൂടി കെട്ട് നടത്താൻ കൂടിയേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ ലോക ഫ്രോഡായി പോയില്ലേ? ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു സെറ്റ്. നിങ്ങളെ വിശ്വസിച്ച് വന്ന ഞാൻ ലോകമണ്ടൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇവൻ പ്രേമിക്കുന്ന പെണ്ണ് അവന്റെ തന്തയുടെ കൂടെ നാട്ടില്, ഇവന്റെ പെങ്ങളോ ആ വൃത്തികെട്ടവന്റെ കൂടെ പബ്ബിൽ, നമ്മള് ഈ ലോക്കപ്പിൽ. സമാധാനായല്ലേ? അതെ, നമുക്ക് ആദ്യം ഇവിടുന്ന് എങ്ങനെ ഇറങ്ങാന്ന് ചിന്തിക്കാം. ഒറ്റ വഴിയുള്ളൂ. പറ. ഇവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണം. കാശ് നേട്ട കമിഴ്ന്നുകൊണ്ട് ടീംസാ. ആ, നന്നായി. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക. പിന്നെ വധശ്രമം. വധശ്രമോ? ലോകത്താരും ഇന്നവരെ കവള തടി വാങ്ങിച്ച് മരിച്ചിട്ടില്ല. ജടാ, ശകലം താന്നിറങ്ങിയാലേ സുഷ്മന നാടി പൊട്ടി ചത്തുപോകും. സുഷ്മനെ? അതൊന്നും അറിയില്ലല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. കൂട്ടുപ്രതികളായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും 1-2 വർഷത്തെ ഇറങ്ങിപ്പോവും. പക്ഷെ ഇവൻ ഇഞ്ചിയും കടിച്ച് 5 കൊല്ലം. കന്നഡയൊക്കെ പഠിച്ചോ നീ? എടാ, നീ തല്ലിയതേ ഇവിടുത്തെ SI എന്ത് വൃത്തികേട് വേണമെങ്കിലും അവന്മാർ എഴുതി കയറ്റി കേസ് സ്ട്രോങ് ആക്കും. അറിയാവോ? നമ്മുടെ കയ്യിലുള്ള ഒന്നും തികയൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഓരോന്നിനും നെഗറ്റീവ് പറയാണ്ട് കയ്യിൽ എന്താ ഉള്ളത് നോക്ക്. നിന്റെ എത്ര ഉണ്ട്? എൻ്റെ തപ്പി നോക്കി 2000 ഉണ്ടാവും. എൻ്റെ എത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ വല്ലതും ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല. ആകെ കൂടെ ഉണ്ടായിരുന്ന ആ കരയോഗത്തിന്റെ ബാഗ്, അതും ആ നാളുകൾ പിടിച്ചു വാങ്ങിച്ചു വെച്ചു. അതെ, നിങ്ങളുടെ മാറിയുന്നേ അവന്മാർ കാണണ്ട. എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്. നിന്റെ അമ്മായി നിശ്ചയത്തിന് ഇട്ട് തന്നതാ. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോട്ടമില്ല. നിങ്ങൾ ആ മാല ഉയർത്താം. മാല വേണോ? അകത്ത് കിടന്ന് അഴിയണുമ്പോഴേ സ്വന്തം പേര് പോലും കാണത്തില്ല. ഇതാ ഇവിടെ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ വല്ല ഫാൻസി നമ്പറും കാണും. അത് വേണമെങ്കിൽ ആ മാല ഊരി തരണം. മാല തരാം. കണ്ണാടി ഏറിഞ്ഞായിട്ടും തരൂല. വേണമെന്നില്ല. ഓ, ഈ പൈസ വെച്ചു. ഇനി അങ്ങനെ വിളിക്കാം. സർ, സർ, എന്താ? പ്ലീസ് ലെറ്റ് us go. നിന്റെ ഇംഗ്ലീഷ് എന്ത് പേടല്ലേ? മലയാളി പറ, കുറച്ചൊക്കെ അറിയൂ. സാറേ, മാമനൊരു കയ്യബദ്ധം പറ്റിയതാ. സത്യം. അപ്പത്തെ? അത് കർണാടകയിലെ പോലീസാണ്, SI. അയാൾക്ക് അടിച്ചത് അപ്പത്തെ പറ്റീന? അല്ല സാറേ, SI സാറ് യൂണിഫോമിലല്ലായിരുന്നല്ലോ. പിന്നെ പബ്ബും മനസ്സിലാഞ്ഞിട്ടാ. പിന്നെ നിങ്ങളെയൊക്കെ തൊടാൻ ഞങ്ങൾക്ക് ധൈര്യമൊന്നുമില്ല. അത് നോക്കൂ, സാറ് ഭയങ്കര ചൂട്ടിലുണ്ട്. നിങ്ങൾ അനുഭവിച്ചോ? സാറേ, ഇത്ര എഫിഷ്യൻ്റ് ആയ ഒരു പോലീസുകാരൻ ഒരാൾ ചുമ്മാ തല്ലിന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ? അതെ, അതും കേരളത്തിൽ നിന്ന് വന്നൊരു പീറ. സാറേ, ഈ കേസ് കോടതിയിൽ പോയി മീഡിയയൊക്കെ അറിഞ്ഞ് കർണാടക പോലീസുകാർക്ക് തന്നെ നടക്കിയത്. പ്ലീസ്, എന്താന്ന് വെച്ചാൽ ചെയ്യാം. സരി, നീ ഒന്ന് ಕೆಲಸ ಮಾಡಿ. ഞാൻ ഈ സാറോട് സംസാരിച്ച് വരാം. ചോദിച്ചെത്ര പൈസ തരേണ്ടി വരും? ഓക്കെ, എത്രയെന്ന് വെച്ചാൽ തരാം. ഇവരെന്താ തരാം? വെറുതെ വിട്ടോളാം. അതൊന്നും അല്ല എൻ്റെ മാമ. അവിടെ മൂക്കാൻ വേണ്ട കാണിക്കുന്നുണ്ട്. നടക്കൂ, നോക്കാം. കയ്യിലുള്ളത് വെച്ച് തികയുന്നു തോന്നുന്നില്ല. അരഞ്ഞാണം വല്ലതും ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല.
നമ്മ സാറ് ഭയങ്കര സ്ട്രിക്റ്റ്. ഞാൻ ഒരുവിധം പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചിട്ടുണ്ടോ? ഇനി ബാർഗി ഒന്നും ചെയ്യണ്ട. ഇല്ല, എത്രയാന്ന് പറഞ്ഞാൽ മതി. 5 ലക്ഷം. ചുമ്മാ അതൊന്നായിരിക്കില്ല. എത്ര? 500 + 100. 100 കണക്കുള്ളത്. എത്രയെന്ന്? 500 + 100 ടോട്ടൽ 600. അല്ല ആകുന്നില്ല എത്ര കളി കയ്യിലേ പറയും. അല്ല ഇല്ല, തരാം സാർ. കൊടുക്ക മൊത്തം കൊടുക്കല്ലേ. പിന്നെ ഒരു സംഭവം ഉണ്ട്. എസ് ഐ സാർ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് 2 തിരിച്ചു പൊട്ടിക്കണം. സാർ ഒരു 500 രൂപ കൂടി അധികം തരാം. അടി ഒഴിവാക്കാൻ പറ്റുമോ? എടാ ഒരു അടി തന്നല്ലോ സാറിന്റെ ഒരു സമാനത്തിലല്ലേ. സാരമില്ല, കുഴപ്പമില്ല. സമ്മതിച്ചു. സാർ സാർ ഓക്കെ. ഒരെണ്ണം കൊണ്ടുകൂടെ? നന്നായാലോ. ഇറങ്ങി പോടാ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 10 രൂപ ടിപ്പ് കൂടെ കൊടുക്കായിരുന്നു. ഞാനും വരുന്നു. ചേട്ടാ സുമി. മോളെ നീ ആ ബാഗ് ഇടാ. നിങ്ങളൊന്നും എന്നെ ചീത്ത പറയരുത്. ഒരബദ്ധം പറ്റിപ്പോയത് എൻ്റെ കയ്യിൽ നിന്ന്. സാരമില്ല, സോറി. കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞു. വലിയ മാനക്കേടില്ലാതെ അവളിങ്ങ് തിരിച്ചെത്തിയല്ലോ. അതെ, പോട്ടെ, സാരമില്ല. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, അത് മതി. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ മക്കളെ, ഈ ലോകത്ത് ഇത്രയും ആമ്പിള്ളാരുണ്ടല്ലോ, ഈ വൃത്തികെട്ടവനെ നിനക്ക് കിട്ടിയുള്ളൂ. എന്റെ ചേട്ടാ ഒന്ന് മിണ്ടാതിരി, അല്ലെങ്കിൽ അവൾ മടുത്തു വന്ന് നിൽക്കുക. വീണ്ടും കൊച്ചിനിട്ട് നോവിക്കുക. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഈ കാര്യത്തിൽ നിങ്ങളെല്ലാം ഒറ്റ കെട്ടാണല്ലോ. വാ, എത്രയും പെട്ടെന്ന് അടുത്ത ബസ് പിടിക്കാം. 2 ദിവസമായിട്ട് തുടങ്ങി അലച്ചില്ല മക്കളെ. അല്ല, നിങ്ങൾ ഇവളെയും കൊണ്ട് വീട്ടിൽ പോക്കോ. അവൻ ഇവളെയും വിട്ടിട്ട് പോയ പോലെ എനിക്ക് മേഘനെ വിടാൻ പറ്റില്ലല്ലോ. ദേ വീണ്ടും മേഘ. ഇവൻ പൊട്ടനാണോ? ഇടാ, അവളെ അറസ്റ്റ് ചെയ്തോണ്ടാ പോയിരിക്കണേ. എങ്ങാനും ചാടിക്കാൻ നോക്കിയാലേ വകുപ്പ് വേറെയാ മക്കളെ. തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നുമില്ലല്ലോ. ഇല്ല മാമ, എന്താവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെന്റെ ലാസ്റ്റ് ചാൻസാണ്. എടാ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ സമയത്ത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. തൽക്കാലം മാമൻ പറയണത് നീ ഒന്ന് കേക്ക്. ಎಡ ನೀ ಕೇಳ್ಕೊಂಡುಂಡ ಏನ್ರಪ್ಪ ನೀವೆಲ್ಲ ಸೇರಿ ಇವ್ನಿಗೆ ಹೊಡೆದ್ರಂತೆ ಏಕೆ ಸರ್ ಯಾರು ಇವನು ನಮಗೇನು ಗೊತ್ತಿಲ್ಲ ಸರ್ ನಾವು ನಮ್ಮಷ್ಟಕ್ಕೆ ಹುಲಿವೇಷ ಕುಣಿಯೋದಕ್ಕೆ ಹೋಗ್ತಿದ್ವಿ ಸರ್ ನಂಬೇಡಿ ಸರ್ ಇವ್ರು ಸುಮ್ಮನೆ ಹೇಳ್ತಿದ್ದಾರೆ ನಮ್ಮ ಮನೆಯಿಂದ ಎತ್ತಾಕೊಂಡು ಬಂದು ಲಾಡ್ಜಲ್ಲಿ ನಾಯಿಗೆ ಹೊಡೆದಂಗೆ ಹೊಡೆದಿದ್ದಾರೆ ಸುಬ್ರಹ್ಮಣ್ಯ ಸಾಕ್ಷಿ ಇಲ್ಲದೆ ಏನೂ ಮಾಡೋಕ್ಕಾಗಲ್ಲ ಸಾಕ್ಷಿ ಇದೆ ಸರ್ ಹೊರಗಡೆ ಒಬ್ಬ ನಿಂತಿದ್ದಾನಲ್ಲ ಅವ್ನು ನೋಡಿದ್ದಾನೆ ಇವ್ರು ಹೊಡೆದದ್ದು ഏയ് ഓ കർക്കോമൻറി അവന് ആയി സാർ എനിക്കൊന്നും ആലോചിക്കണ പ്ലാൻ നീ ഉള്ളക്ക് ബാ സാർ വിളിക്കുന്നു നീ മാത്രം ചെല്ല് ಇವರೆಲ್ಲ ಸೇರ್ಕೊಂಡು ಇವನು ಹೊಡೆದಿದ್ದ ನೀವು ನೋಡಿದ್ರ മനസ്സിലായില്ലേ ലോഡ്ജിൽ ഇയാളെ അടിക്കുന്നത് നീ കണ്ടിനാണ് താങ്ക് യു ബ്രദർ ഇല്ല ഐ ഡിഡ്ന്റ് സീ ഞാൻ പൊക്കോട്ടെ ഇല്ല അകത്തോട്ടൊന്ന് കേറി നോക്കിയാലോ കിട്ടിയൊന്നും പോരായിരിക്കും ಸಾರಿ ಸುಬ್ರಹ್ಮಣ್ಯ ನಾನೇನು ಮಾಡೋಕ್ಕಾಗಲ್ಲ ಇದೇ ಕಾರಣ ಇಟ್ಕೊಂಡು ಜಗಳ ಆಡಕ್ಕೆ ಹೋಗ್ಬೇಡಿ ತೊಂದರೆಗೆ ಸಿಕ್ಕಾಕೊಂಡ್ಬಿಡ್ತೀರ ನೀವು ಹೋಗ್ಬೋದು എന്താ ചോദിച്ചവരെ അത് ലോഡ്ജിൽ എന്തോ ഇന്നലെ പ്രശ്നം ഉണ്ടായതിന്റെ ಥ್ಯಾಂಕ್ ಯು ಬ್ರದರ್ ಏಯ್ ನಡೀರೋ ಒಳ್ಳೆ ಪಾರ್ಟಿ ಮಾಡೋಣ ನಿಂಗೆ ಏನಾದರೂ ಬೇಕಾದ್ರೆ ಹೇಳಿದೆ ಎನಿ ಹೆಲ್ಪ್ പരിചയക്കാരാ അല്ല ഇന്നലെ കണ്ടതാ ലോഡ്ജില് ലോഡ്ജില് വാ നമുക്ക് പോവാം മക്കളെ മോളെ നീ ഓക്കെ മക്കളെ നമുക്ക് നാട്ടിലോട്ട് പോയി നീ ഒരു നല്ല ജോലിയെല്ലാം സമ്പാദിച്ചു നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കും നല്ലൊരു ജോലിയെല്ലാം സമ്പാദിച്ചിട്ട് അത് കഴിഞ്ഞാവാ ഇതൊക്കെ അല്ലേ അതുറപ്പാ മാമ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങും എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കടവരിക്ക് ഞാൻ ആദ്യം വീട്ടാൻ പോകുന്നു നമ്മുടെ കടോ അതെന്ത് കടം ഈ കടം
അല്ല ചേട്ടാ അവൻ പൊക്കോട്ടെ. ഇത്രയൊക്കെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇനി അവളെയും കൊണ്ടല്ലാതെ അവൻ നാട്ടിലോട്ട് വരത്തില്ല. ಏನ್ ಗುರು ಏನು ಎಲ್ಲಿದ್ಯಾ? ಇಲ್ಲೇ ಆಟೋ ಸ್ಟ್ಯಾಂಡಲ್ಲೇ. ಹೇಳೋಣ. ಕೇರಳ ರಿಜಿಸ್ಟ್ರೇಷನ್ ಗಾಡಿಲಿ ಒಂದು ಹುಡುಗಿನ ಕರ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದಾರೆ. ಅವಳನ್ನ ಹುಡುಕಿ, ಆ ಗಾಡಿನ ಹುಡುಕಿ. ಕಾರ್ ಕಲರ್ ಬ್ಲೂ. ಹೇಳಿ ಗುರು, ಅಡ್ರೆಸ್ ಕೇಳ್ಕೊ. ಹಲೋ, ಎಲ್ಲ ಕಾರ್ನು ಚೆಕ್ ಮಾಡಿ ತಗೋ. ಆ ಮಾರಿಗೆ ಫೋನ್ ಮಾಡು. ಏಯ್, ಹೇಳಿದ್ದೆಲ್ಲ ಅರ್ಥ ಆಯ್ತಾನೆ? ಯಾವುದು ಮಿಸ್ ಆಗಬಾರ್ದು. ಹಲೋ, ಪ್ಲಾನ್ ಅರ್ಥ ಆಯ್ತಾನೆ? ಅಣ್ಣ. ലക്ഷ്മണ, എന്ത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ വില മനസ്സിലാവും. തിളയ്ക്കുന്ന പ്രേമത്തിൻ്റെ ചൂടും ചൂരും ഒക്കെ 2 ദിവസം റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കുമ്പോൾ തീർന്നോളൂ. ഇപ്പം കാശ് വേണ്ട, കുടുംബക്കാർ വേണ്ട, സ്നേഹം മാത്രം മതി. സാറി പറയുന്നതൊക്കെ ശരിയാ. ഡാഡി ചെയ്യുന്നതൊക്കെ നിന്റെ നല്ല ഭാവിക്കും സന്തോഷത്തിനും വേണ്ടിയാ. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഡാഡി ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ആര് വേണ്ടെന്ന് വെച്ചാൽ ആ കേസ് ഞാനേക്കും. ആ വീട്ടിലേക്ക് തിരിച്ചു പോണേലെന്നല്ലാതെ. അല്ല മോളെ, അത് സാറ് പറയുന്നുണ്ട്. ಹುಡುಗಿ ಇದ್ಲಾ? ಹೌದಣ್ಣ. ಅಣ್ಣ, ಕಾರ್ ಪಂಚರ್ ಮಾಡಿದ್ದೀನಿ, ಜಾಸ್ತಿ ದೂರ ಹೋಗಲ್ಲ. ಓ, ಸೂಪರ್ ಸೂಪರ್. ಏಯ್, ನಮಗ್ ಬೇಕಾಗಿರೋ ಹುಡುಗಿ ಕಾರಲ್ಲೇ ಇದ್ದಾಳೆ. ಪ್ಲಾನ್ ಓಕೆ, ಕಾರು ಜಾಸ್ತಿ ದೂರ ಹೋಗಲ್ಲ. ಅರ್ಥ ಆಯ್ತಾ? ಗರ್ಲ್ ಫೌಂಡ್. ಈ ಫಾಸ್ಟ್ ಗೋ ಅಂಡ್ ಅಟ್ಯಾಕ್. ಡೋಂಟ್ ಫರ್ಗೆಟ್ ದ ಪ್ಲಾನ್ ವೆನ್ ವಿ ರೀಚ್. ಏನು ಆಗಲ್ಲ, ತಲೆ ಕೆಡಿಸ್ಕೋಬೇಡ. ಆಲ್ ಪ್ಲಾನ್ ಓಕೆ. ಗುಡ್. ಬಿ ಕೂಲ್, ಆರಾಮಾಗಿರು. ನೋ ಟೆನ್ಷನ್. ലക്ഷ്മണ, ടയർ പഞ്ചറാന്നാ തോന്നുന്നേ. താനൊന്ന് ഇറങ്ങി നോക്കി. പഞ്ചറാ സാറേ. ഡോൺ വറി സർ, ഞാൻ മാറ്റിക്കോളാം. പണ്ട് പോലീസ് ജീപ്പിന്റെ ടയറൊക്കെ മാറ്റി മാറ്റി നല്ല ശീലമുണ്ട് സർ. അതുകൊണ്ട് പെട്ടെന്ന് പറ്റും. ജാക്കി അത്ര പോരാ എങ്കിലും നമുക്ക് മാറ്റാം സർ. അല്ല, നിന്റെ മനസ്സിൽ എന്തുവാ? സ്വന്തം വീട് വിട്ട് ഒളിച്ചോടുന്നതാണോ സ്വാതന്ത്ര്യം? അതോ ജനിപ്പിച്ച തന്തയെ പറ്റിച്ച് എവിടെയോ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത് എന്താ വലിയ അച്ചീവ്മെന്റ് നീ വിചാരിച്ചു? തിരിച്ചു വരാൻ ഉദ്ദേശിച്ച് തന്നെ വീട് വിട്ട് ഇറങ്ങിയത്. ഡാഡിക്ക് ബോധം വരുമ്പോ തിരിച്ചു വരാൻ. മതി. ഡാഡിനെ എന്തൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്താലും എനിക്ക് സേതുവിന് ഇഷ്ടമാണ്. അത് ഇനിയും കൂടത്തേ ഉള്ളൂ. എന്തുവാണോ ചെയ്യ സാറേ? ಹಲೋ. ಹಲೋ, ಒಂದು ಬ್ಲೂ ಬೆನ್ಸ್ ಕಾರು ಕೇರಳ ರೋಡಲ್ಲಿ ಹೋಗ್ತಾ ಇದೆ. ಯಾವ್ದು? ಬ್ಲೂ ಬೆನ್ಸ್ ಕಾರು. ಓ, ಬ್ಲೂ ಬೆನ್ಸ್ ಕಾರಾ? ನೀನು ತಲ್ಪಾಡಿ ಟೋಲ್ ಹತ್ರ ಬಂದ್ಬಿಡು, ನಾವು ಅಲ್ಲಿಗೆ ಬರ್ತೀವಿ. ಅವರೇ. മോളെ,
സാറിനോടുള്ള കൂറ് കൊണ്ട് മാത്രമല്ല ഞാൻ വന്നത്. നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് അങ്കിൾ. കൊച്ചിൽ ഈ വണ്ടി പോലെ എന്തെങ്കിലും നല്ല ഓർമ്മയുള്ളത് അങ്കിളുടെ കൂടെ ആയിരുന്നു. നിങ്ങൾ തന്നെ എൻ്റെ ബാഗിൽ സ്വർണം വെച്ചത് എനിക്ക് സേതുവിനെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ചത്ത് കളയത്തൊന്നുമില്ല. പക്ഷേ ഇനി ഈ ജന്മത്ത് നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരി പോലും ഞാൻ ചിരിക്കും നിങ്ങൾ വിചാരിക്കണ്ട. മോളെ എന്റെ അമ്മേ, അവർ ടയർ മാറ്റി കഴിഞ്ഞ് കാർപ്പെടുക്കും. ജാവോ ജാവോ, ആവോ ആവോ ആവോ. അയ്യോ, നിങ്ങൾ പറ്റില്ല. ആവോ മോളുടെ ബാഗിൽ വെച്ചോ. മോളുടെ ബാഗിനകത്ത് ഒരു പെപ്പർ സ്പ്രേ ഉണ്ടല്ലോ, അതിങ്ങെടുക്ക്. എടുക്കുവച്ചേ. അതെടുത്ത് എന്റെ കണ്ണിലോട്ട് അടിച്ചിട്ട് വേഗം രക്ഷോടാൻ നോക്ക്. അതെടുത്ത് എന്റെ കണ്ണിലോട്ട് അടിച്ചിട്ട് വേഗം രക്ഷോടാൻ നോക്കുന്നു. കൂടുതൽ പുരാണിക്കാതെ അങ്ങനെ കാണുമ്പോ ബാഗിൽ ഇടപെടിക്കൂടെ ഇറങ്ങി ഓടുവച്ചേ. ഡാഡി ഓടിച്ചിട്ട് പിടിക്കും. വേണ്ട, ഓടുന്ന റിസ്കാ. ഞാനേ വണ്ടി അയ്യോ വണ്ടി എടുക്കല്ലേ, അയ്യോ വണ്ടി എടുക്കല്ലേ. അങ്കിള് പിടിച്ചിരുന്നോളെ. അയ്യോ ആരോടിച്ച് കൊന്ന്, സാറിനെ കൊന്ന്. സേതു, നീ എന്തുവാ ഡ്രൈവിംഗ് സീറ്റില്? അത് നീ പേടിക്കേണ്ട, കൂടെ ആളുണ്ട്. അപ്പൊ നിർത്തി ഓടു ഓടു. ഇവിടെ പൊട്ടന്മാരെ അതല്ല ഡാഡി. ഡാഡി ഡാഡി ബ്ലാക്ക് ടീ-ഷർട്ട്. വാങ്ങോ വാങ്ങോ. വാ 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 ചിന്നപ്പാ, ചാടി കേറി. സേതു, നീ ഓക്കെ അല്ലേ? ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? ഓടുന്ന വണ്ടി മുന്നിലേക്കാണ് ചാടുന്നത്. വേറെന്താ വഴി? അല്ല, അപ്പൊ ഇന്നലത്തെ നിന്റെ ചാട്ടോ? ആ ചാട്ടം കണ്ടുപിടി തീരുമാനിച്ച ഇനി നിന്നെയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂ. ஹலோ, ஆ ரெண்டு பேரு கடிச்சிச்சா? ஆ ரெண்டு பேரு என் காடியில அத்திஸ்கொண்டே. നീ കേൾതല്ല ഉടനെ അവരപ്പ. എടാ പുലിക്കളിക്കാരാ? അതൊക്കെ പറയാം, കോയമ്പത്തൂർ വരെ ടൈമില്ലേ? ഡാഡിയെ വല്ലതും ചെയ്യോ അവര്? ഓ, ഡാഡി അവരെന്തിനും ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. ഒന്നീച്ച് പറഞ്ഞു. സോറി സോറി സോറി.
അപ്പൊ സുമി സുമിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവളും മാമാരും കൂടി ഇപ്പൊ നാട്ടിലേക്ക് വണ്ടി കയറി കാണും. പാവം മാമന്മാര് നമ്മളവരെ കുറെ ഓടിച്ചു. നമ്മളെയും കുറെ ഓടിച്ച്. പണ്ട് പണ്ട് നാവ് കൊണ്ട് പഞ്ഞിമിട്ടായി തൊട്ട പോലെ ഒന്ന് രണ്ട് നോക്കരിഞ്ഞ് നെഞ്ചിനുള്ളിൽ നീ അലിഞ്ഞ് നോക്ക് നോക്ക് ഒന്ന് നോക്ക് മെല്ലെ മോളും പാട്ട് കേക്ക് ഓടി മാറി പോയിടല്ലേ കൂടെ ഞാനും പോരുവല്ലേ പള്ളിമുറ്റം പാതിരാവിൽ വെണ്ണിലാവിൽ മൂടി നിന്നെ വണ്ട് പോലെ രണ്ട് കണ്ണും മണ്ടി നിന്റെ കൂടെ നിന്നെ നെഞ്ചിടി പെൺവേഗമേറി ശ്വാസമെല്ലാം നിന്ന പോലെ ഓമായിക്കുയിലെ തേൻ കനലെ കൂട്ടുകാരി കൂടെ പാടി പണ്ട് പണ്ട് നാവിലാകെ പഞ്ഞിമിട്ടായി വീണ പോലെ ഒന്ന് രണ്ട് നോക്കരിഞ്ഞ് നെഞ്ചിനുള്ളിൽ നീ അലിഞ്ഞ് പള്ളിമുറ്റം പാതിരാവിൽ വെണ്ണിലാവിൽ മൂടി നിന്നെ ആൾത്തിരക്കിൽ നമ്മൾ രണ്ടും തൊട്ടുരുമ്മി ചേർന്നു നിന്നെ നെഞ്ചിടി പെൺവേഗമേറി ശ്വാസമെല്ലാം നിന്ന പോലെ ഓമായിക്കുയിലെ തേൻ കനലെ കൂട്ടുകാരി കൂടെ വന്ന്